സഗുരുശരണം സത്സംഗം ആരംഭിക്കാം. സത്യേശ്വരണം. സന്യാസം തേടിപ്പോയി നേടാനാകുന്നതല്ല, അനേക ജന്മങ്ങളിലെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടുന്നതാണ് സന്യാസിയുടെ പുണ്യം. ജീവന്റെ പുണ്യഭാഗ്യങ്ങളാണ് യോഗ്യത. ജീവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് വന്നു ചേരുന്നതാണ് സന്യാസം. 40ാം സന്യാസ ദീക്ഷ വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സത്സംഗത്തിന്റെ 8ാം ദിനമായ ഇന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ആദരണീയ ജനനി ആനന്ദവതി ഞാൻ തപസ്വിനിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര പരബ്രഹ്മണേ ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരു പരമ്പരയും സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിൽ നിന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ചു. ഗുരുപാദ വന്ദനത്തിനായി ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആറിനെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാ കരുണയാം പൊരുളിന്നു ഞങ്ങളിലേകണേ കരുണാമയാ. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം. ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മചാരി നിത്യപ്രകാശ് കെയെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവാണ്. ദിനംതോറും മനസ്സിന് മാറ്റം വരുത്തുവാൻ പരിശ്രമിക്കണം. ആ മാറ്റത്തിൽ കൂടി എത്രമാത്രം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം കൊണ്ടുവരണം. ഇങ്ങനെയാണ് ക്ഷമാശീലം ഉണ്ടാകുന്നത്. ആശ്രമത്തിൽ വന്ന് ഗുരുവിനെയും ഇവിടുത്തെ അന്തരീക്ഷത്തെയും കണ്ടുകഴിഞ്ഞാൽ ഉപാധി സമ്പ്രദായത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പഠിക്കണം. ഗുരുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഉപാധികളില്ലാതെ വിശ്വസിക്കണം. ഗുരു എന്താണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വിശ്വസിക്കണം. ഗുരുവിനോടുണ്ടാകുന്ന സ്നേഹം വിനയത്തിൽ കൂടി പ്രകാശിക്കണം. ഗുരുവിന്റെ യുക്തിക്കും ഭാഗ്യത്തിനും സാമർഥ്യത്തിനും അനുസരിച്ചിരിക്കും അവന്റെ സ്നേഹം. എന്താണ് സാമർഥ്യം? ഒരാളെ നല്ലവനാക്കി നമ്മോടടുപ്പിക്കുന്ന സ്നേഹത്തിന്റെ ആഴമാണ് സാമർഥ്യം. സദ്ഗുരുവേ ശരണം. ഇന്ന് പ്രഭാഷണത്തിനായി നമ്മോടൊപ്പമുള്ളത് ശ്രീമദ് ചട്ടമ്പിസ്വാമി തിരുവടികളാൽ സ്ഥാപിതമായ തീർത്ഥപാദ പരമ്പരയിലെ 4ാം തലമുറക്കാരനായ സന്യാസിയായ ആദരണീയ സ്വാമി കൃഷ്ണമയ്യാനന്ദ തീർത്ഥപാദർ അവർകളാണ്. ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സമാധിപീഠം സ്ഥിതി ചെയ്യുന്ന പത്മന ആശ്രമത്തിന്റെ കാര്യദർശിയാണ് ഇപ്പോൾ. മലയാളത്തിലും സംസ്കൃതത്തിലും MA നേടി
12 വർഷത്തോളം കോളേജ് അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ആധ്യാത്മിക പ്രഭാഷണവും ശാസ്ത്രീയ നൃത്തരൂപങ്ങളും സമന്വയിപ്പിച്ച് ചിട്ടപ്പെടുത്തിയ സോപാന നൃത്തം എന്ന ക്ഷേത്രകലയുടെ ഉപജ്ഞാതാവും പ്രയോക്താവുമായ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അവർകളെ ആദരവോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ശ്രീതീർത്ഥപാദ സന്യാസ സമ്പ്രദായാദ്യ സദ്ഗുരും ശ്രീമദ്വിദ്യാധിരാജാഖ്യ തീർത്ഥപാദയതിം ഭജേ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശാന്തിഗിരി ആശ്രമത്തിന്റെ സന്യാസ ദീക്ഷയുടെ 40ാം വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, പന്മന ആശ്രമം. ദീയതേ ക്ഷീയതേ അനേന ഇതി ദീക്ഷ. ദൈന്യങ്ങളെ, ദീനതകളെ ക്ഷയിപ്പിക്കുന്നത് എന്നാണ് സാമാന്യ അർത്ഥം പറയുക. ദീക്ഷിതരാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ ഒരു കാര്യമല്ല. വ്രതദീക്ഷ എന്ന വാക്കുണ്ട്. വ്രതം, ഒന്നിനെ തന്നെ ചുറ്റി നിൽക്കുക, ഒരു കേന്ദ്രീകൃതമായിരിക്കുന്ന സാധനാ പന്ഥാവിലൂടെ പോകുന്നതിനാണ് വ്രതം എന്ന് പറയുന്നത്. ആ വ്രതത്തിനെ ദീക്ഷിക്കുക, അതിനെ അനുസ്യൂതം കൊണ്ടു നടക്കുന്ന പ്രക്രിയ എന്നുള്ള അർത്ഥത്തിലാണ് ദീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ താടി രോമം വളരുന്നതിന് ദീക്ഷ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട്. അത് ഈ വ്രതദീക്ഷയിൽ ഏർപ്പെടുന്ന ആള് ഈ ശ്മശ്രുകിന്തനമൊന്നും, അതായത് താടി വടിക്കലും മുടി മുറിക്കലും ഒന്നും ചെയ്യാതെ മറ്റു ബാഹ്യ സൗന്ദര്യത്തിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിൽക്കുന്ന പ്രക്രിയ ആയതുകൊണ്ടാണ്, അതിന് വളർത്തപ്പെടുന്നതുകൊണ്ടാണ് ഈ താടിരോമം വളരുന്നതിന് ദീക്ഷ എന്ന പേര് അങ്ങനെ ഭംഗ്യന്തരേണ വന്നുപോയത്. ഭാരതത്തില് ഒരു സംസ്കാരം തന്നെയുണ്ട്, അത് ആർഷഭാരത സംസ്കാരം എന്നാണ് പറയുന്നത്. ഋഷിമാരാൽ പ്രവൃദ്ധമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ആരണ്യാന്തരങ്ങളിലെ ഗഹുരോദര തപസ്ഥാനങ്ങളിലും സൈന്ധവോദാര മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിലും അന്തർമുഖരായിരുന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ നേടിയെടുത്ത ആ ജ്ഞാനം, ആ അറിവാണ് നമ്മളുടെ ദർശനം, നമ്മളുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയാം. ആ ഒരു പാരമ്പര്യമാണ് പ്രാചീന കാലം മുതൽ തന്നെ ഭാരതത്തിൽ പിന്തുടരുന്നത്. അതിൻ്റെ പ്രധാന തെളിവാണ് ഭാരതത്തിലെ ഗുരു ശിഷ്യ പാരസ്പര്യം ആണ്. ഗുരുത്വം എന്ന് പറയുന്നത് അത് ഘനമായിരിക്കുന്ന അവസ്ഥയാണ്. ഉദാഹരണത്തിന് ഒരു 10 കിലോ മാങ്ങ, അതൊരു വലിയ സഞ്ചി നിറച്ച് ഏകദേശം 40 മാങ്ങയോളം ഉണ്ടാകും. എന്നാൽ ഈ 10 കിലോ മാങ്ങ തൂങ്ങണ്ട കട്ടി, അതൊരു ചെറിയ 10 കിലോയുടെ കട്ടിയായിരിക്കും. വലിപ്പത്തിലും കാണാനും വളരെ ചെറുതാണെങ്കിലും അതിന് ഗുരുത്വം ഉണ്ട്. അതാണ് ഗുരുവിന്റെ പ്രത്യേകത നമുക്ക് സാമാന്യ അർത്ഥത്തിൽ പറയാൻ പറ്റുന്നത്. അങ്ങനെ ഖനീഭൂതമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഖനീഭൂതമായിരിക്കുന്ന അവസ്ഥയാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്നും മൊഴിമാറ്റം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗുരു, ഹീസ് നോട്ട് ടീച്ചർ ആൻഡ് ഹീസ് നോട്ട് മാസ്റ്റർ. ഗുരു ഈസ് മോർ ദാൻ ദാറ്റ്. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അത് തന്നെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്, ഗൗരവം എന്ന് പറയുന്നത്. ആ ഒരു പാരമ്പര്യമാണ്. അങ്ങനെ ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ, ആ പാരമ്പര്യത്തിൻ്റെ ഒരു കാത്തു സൂക്ഷിപ്പാണ് നമ്മുടെ ദീക്ഷാവിധികളിലൂടെ കൊണ്ടു നടക്കുന്നത്. അതാണ് പരമ്പര. പരനിൽ നിന്നും പരനിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നതിനാണ് പരമ്പര എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമ്പ്രദായം ഭാരതത്തിൽ ഇങ്ങനെ തുടരുന്നുണ്ട്. എന്താണ് ദീക്ഷ എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പൊ നമ്മൾ വീട് പണിഞ്ഞു, വീട്ടിലെ എല്ലാ പണികളും പൂർത്തിയാക്കി, വയറിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാ പോയിന്റിലും ലൈറ്റ് ഇട്ടു, ഫാൻ ഇട്ടു, എല്ലാ സജ്ജീകരണങ്ങളുമായി. പക്ഷെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തത്തില്ല, ഫാൻ കറങ്ങത്തുമില്ല. എന്തുകൊണ്ട്? നമുക്ക് അടുത്തുള്ള പോസ്റ്റിൽ നിന്നും കണക്ഷൻ കിട്ടിയിട്ടില്ല, വൈദ്യുതിയുടെ ചാലനം ഉണ്ടായിട്ടില്ല. ആ ഒരു കണക്ഷൻ കൊടുക്കുന്ന പ്രക്രിയയാണ് ദീക്ഷ എന്ന് വേണമെന്ന് പറയാം. അപ്പൊ സന്യാസിമാർക്ക് മാത്രമല്ല ദീക്ഷ, സാമാന്യ ജനങ്ങൾക്കെല്ലാം, ഈ വ്രത അനുഷ്ഠാനത്തോടു കൂടി പോകുന്നവർക്കെല്ലാം തന്നെ ഒരു ഗുരുവിൽ നിന്നും ഈ മന്ത്രദീക്ഷ ലഭിക്കുക എന്നുള്ളത്
അത്യന്താപേക്ഷിതമാണ്. എങ്ങനെ? ഈ പോസ്റ്റിൽ നിന്നും നമുക്ക് വീട്ടിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയാൽ മതി. ആ മീറ്ററിലേക്ക് ഒരു വൈദ്യുതിയുടെ ചാലനം സംഭവിച്ചാൽ മതി. അതോടുകൂടി നമ്മുടെ വീട് മുഴുവൻ ഊർജ്ജസ്വലമാകും. ലൈറ്റിട്ടാൽ വെളിച്ചം വരും, ഫാനിട്ടാൽ കാത്ത്, ബാക്കി എല്ലാം വൈദ്യുതിയുടെ പ്രവാഹം മുഴുവൻ ആ വീട്ടിലേക്ക് ഈ ഒരു കണക്ഷൻ എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാകും. ഇത് തന്നെയാണ് ദീക്ഷ. ഈ വ്യക്തിയിലേക്ക് അവൻ്റെ ജന്മജന്മാന്തരമായി സംഭവിച്ചിരിക്കുന്ന സകല ജ്ഞാനത്തിൻ്റെയും പ്രകാശം ഈ മന്ത്രദീക്ഷ എന്ന ചടങ്ങിലൂടെ അവന് ലഭിക്കും. അതിനേക്കാളും ഉത്തമവും വിശിഷ്ടവുമായിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സന്യാസ ദീക്ഷ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒന്നും ഈ സന്യാസ യോഗം ഉണ്ടാവുകയില്ല. അത് തന്നെ ആകട്ടെ അനേക ജന്മ ദുർലഭമാണ്. ഈ നരജന്മം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും മനസ്സിലാക്കുന്ന ഒരുവന് മാത്രം കരഗതമാകുന്ന മഹാസൗഭാഗ്യങ്ങളിൽ ഒന്നാണ് സന്യാസം എന്ന അവസ്ഥാ വിശേഷം. ഇന്ന് നമ്മൾ ഭാരതത്തിൽ കാണുന്ന ഒരു സന്യാസ വ്യവസ്ഥ എന്ന് അടിസ്ഥാനത്തോടുകൂടി പറയുന്നത് ദശനാമി സമ്പ്രദായത്തിനാണ് എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം വ്യവസ്ഥ ചെയ്ത് തന്നിട്ടുള്ള ഒരു സന്യാസ സമ്പ്രദായത്തിനാണ് നമ്മൾ ദശനാമി എന്ന് പറയുന്നത്. അതിന് ആചാര്യസ്വാമികൾ 4 മഠങ്ങൾ, ഭാരതത്തിൻ്റെ 4 ഭാഗങ്ങൾ, അതിന് മഠാംനായം എന്ന് പറയും. ആംനായം എന്ന വാക്കിന് 4 എന്ന അർത്ഥം. വേദ ആംനായം, 4 വേദങ്ങളെ ചേർത്ത് പറയും. അപ്പം ശങ്കരാചാര്യ സ്വാമികളാണോ സന്യാസ സമ്പ്രദായം തുടങ്ങിയത്? അല്ല. അദ്ദേഹം ചെയ്തത് അത് നിലവിലുണ്ടായിരുന്ന ഒരു സന്യാസ സമ്പ്രദായത്തെ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ വേദവ്യാസൻ ചെയ്തത് വേദങ്ങളെ വിന്യസിക്കുകയാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ കാലാകാലങ്ങളായി അവർക്ക് ലഭിച്ച അറിവിന്റെ അനുസ്യൂതമായ പ്രവാഹമാണ് വേദങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വേദങ്ങളെയെല്ലാം അദ്ദേഹം അതിൻ്റെ ക്രമപ്പെടുത്തി 4 രീതിയിൽ വിന്യസിച്ചു. വിശേഷേണ ന്യസിക്കുകയാണ് ചെയ്തത്. ഏറ്റവും നല്ല രീതിയിൽ അടുക്കി ക്രമപ്പെടുത്തി വയ്ക്കുക. അതിനാണ് ന്യാസം എന്ന് പറയുക. എല്ലാ മന്ത്രങ്ങൾക്കും ന്യാസമുണ്ട്. അതിൻ്റെ ഋഷിയെയും ഛന്ദസ്സും ദേവതയെയും ഒക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ന്യസിക്കുക, വെക്കുക. ആ വെക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ന്യാസം എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം സൈന്യങ്ങളെ വിന്യസിക്കുക എന്ന് പറഞ്ഞ് എത്ര ക്രമമോടുകൂടി അടുക്കി വയ്ക്കുന്ന പ്രക്രിയക്കാണ് വിന്യസിക്കുക. ഇപ്പൊ മഹാഭാരതത്തില് ദ്രോണാചാര്യ പത്മവ്യൂഹം വിന്യസിച്ചു, അടുക്കി ക്രമപ്പെടുത്തി വെച്ചു. അതേപോലെ ശിഥിലമായിരുന്ന ഒരു സംഗതിയെ അതിൻ്റെ വ്യവസ്ഥയോടുകൂടി ക്രമപ്പെടുത്തി വെക്കുന്ന പ്രക്രിയക്കാണ് വിന്യസിക്കുക എന്ന് പറയുക. അതുകൊണ്ട് വേദങ്ങളെ വ്യാസ ഭഗവാൻ ഉണ്ടാക്കി എന്നല്ല അർത്ഥം. അദ്ദേഹം അതിനെ ക്രമപ്പെടുത്തി ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു. അതേപോലെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന സന്യാസ ക്രമങ്ങളിൽ നിന്നെല്ലാം ക്രോഡീകരിച്ച് ഒരു പ്രത്യേക ക്രമത്തെ ആചാര്യസ്വാമികൾ ക്രമപ്പെടുത്തിയതുകൊണ്ടാണ് ദശനാമി. പക്ഷെ അതിനുമൊക്കെ മുൻപ് തന്നെ ഭാരതത്തില് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് തന്നെ സന്യാസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ 4 ആശ്രമങ്ങളുടെ വ്യവസ്ഥയിൽ ബ്രഹ്മചര്യ ആശ്രമം, ഗാർഹസ്ഥ്യ ആശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം എന്നുള്ള ക്രമ പ്രകൃതിയിൽ സന്യാസം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് കൂടാതെ തന്നെ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലും യോഗി സിദ്ധ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ നോക്കിയാലും പല കുടുംബങ്ങളിലും നമുക്കിപ്പോൾ വെച്ചാരാധനയുടെ ഭാഗമായിട്ട് ഒരു യോഗീശ്വരന്റെ പ്രതിഷ്ഠയുണ്ടാവും, അല്ലെങ്കിൽ ഒരു കാർന്നവരുടെ പ്രതിഷ്ഠയുണ്ടാവും, ഒരു വല്യച്ഛന്റെ പ്രതിഷ്ഠയുണ്ടാവും. ആ കുടുംബത്തിന്റെ കുലകൂടസ്ഥനായിരുന്ന ഒരു യോഗിവര്യൻ, അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശസ്സുകളോടുകൂടി ആ കുടുംബം നല്ല രീതിയിൽ വികസിച്ചു വരികയും മറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ദേവതാ രൂപത്തിൽ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തുന്ന സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കേരളത്തിലും ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സന്യാസ രീതിയിലേക്കുള്ള ഒരു വാക്ക്, സന്യാസം എന്ന വാക്ക് തന്നെ സമ്യക്കമണ്ണം ന്യസിക്കുക എന്നർത്ഥം, നല്ല രീതിയിൽ വെക്കുക. ചുരുക്കി പറഞ്ഞാൽ ജീവാത്മാവിനെ പരമാത്മാവിനോട് ചേർത്ത് വയ്ക്കുന്ന പ്രക്രിയ അതാണ്. അപ്പൊ അത് വളരെ അസാധ്യമായ ഒന്നാണ്. ആ അസാധ്യമായതിനെ സാധിക്കേണ്ടുന്ന പ്രക്രിയക്കാണ് സാധന എന്ന് പറയുന്നത്. ആ സാധനാ പന്ഥാവിലൂടെ പോകുന്ന ഒരാൾ, അതിനകത്ത് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഒരു ഗുരു ഉണ്ടായിരിക്കണം. ഗുരുരേവ പരം ബ്രഹ്മ. എല്ലാത്തിനും നമുക്ക് ഗുരുവാണ് ഭാരതത്തിലെ ഏറ്റവും മഹത്വമായിട്ട് കാണുന്നത്. അമ്മയാണ് സത്യം. അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ. ഈ അച്ഛനും അമ്മയും കൂടിയാണ് മകനെ, പുത്രനെ ഗുരുവിന്റെ അരികിൽ എത്തിക്കുക. ഈ ഗുരുവാണ്
ഈശ്വരനെ കാണിച്ചു തരിക. എവിടെയാണ് ഈശ്വരൻ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് അവനെ തിരിച്ചറിയിച്ച് ഗുരു അവന് ഉപദേശിക്കും. തത് ത്വം അസി, തത്വമസി, അത് നീ തന്നെ. അപ്പൊ അവൻ അവന്റെ ഉള്ളിൽ ഉറപ്പിക്കും, അഹം ബ്രഹ്മാസ്മി, ഈ ഞാൻ തന്നെയാണ്. ഏത് ബ്രഹ്മത്തെയാണോ താൻ അനുസന്ധാനം ചെയ്ത് അറിയേണ്ടതായിട്ടുള്ളത്, ആ പരമമായ അറിവ്, ആ ബ്രഹ്മം ബൃഹത്തായി കൊണ്ടിരിക്കുന്നത് എന്തോ, വലുതായി കൊണ്ടിരിക്കുന്നത് എന്തോ, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന് ശിഷ്യന് ഉള്ളിൽ ഉറയ്ക്കും. വീണ്ടും ഈ ബ്രഹ്മം എന്താണ് എന്ന് വീണ്ടും അവൻ സംശയം വരുമ്പോൾ വീണ്ടും അവൻ ഉപദേശിക്കും, പ്രജ്ഞാനം ബ്രഹ്മ, പ്രകർഷേണയുള്ള ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അറിവ്, പരമമായ അറിവ്. അപ്പൊ വീണ്ടും ശിഷ്യൻ തന്റെ ഉള്ളിൽ ഉറപ്പിക്കും, അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മം തന്നെ. ഇതാണ് നമ്മുടെ 4 വേദ മഹാവാക്യങ്ങൾ. ഈ 4 വേദ മഹാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മഠ ആമ്നായങ്ങൾ ആചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു സമ്പ്രദായം കേരളത്തിൽ നോക്കിയാൽ നമുക്കിപ്പം ഞാൻ ഉൾപ്പെടുന്ന തീർത്ഥവാദ സമ്പ്രദായം, ചട്ടമ്പി സ്വാമികളെ പരമഗുരുവായി വരിച്ചുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് തീർത്ഥവാദ സന്യാസ സമ്പ്രദായം. ഗുരു എന്ന് പറഞ്ഞാൽ ഏകമാണ്. ഓരോ വ്യക്തിയിലൂടെ നമ്മൾ ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചും ജന്മമനുസരിച്ചും ഗുണഘടനയ്ക്കനുസരിച്ചും ഇതിലേക്ക് പോകും. ഈ ജന്മം എന്ന് പറയുന്നത് തന്നെ അനേക ജന്മങ്ങൾ ഉണ്ടാവാം. ജന്മാന്തര പടവുകൾ താണ്ടിയാണ് ഓരോ ജീവനും മുക്തിപഥത്തിലേക്ക് എത്തുക. അലക്കി 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 വെളുപ്പിക്കും പോലെ ജന്മജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന കറകളുണ്ടാകും, മലങ്ങളുണ്ടാകും. ഇതിനെല്ലാം ദൂരീകരിക്കുവാൻ ഒരു ഉത്തമനായ ഗുരുവിന്റെ കടാക്ഷം കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദീക്ഷാവിധിയിൽ തന്നെ ദർശന ദീക്ഷ, സ്പർശന ദീക്ഷ, ഇങ്ങനെയുള്ള അനവധി ദീക്ഷാ സമ്പ്രദായങ്ങൾ കാണാം. ഒരു ഗുരു ഉണ്ടാകും, ഒരു സൂര്യനെ പോലെ. അദ്ദേഹത്തിനെ വലയം ചെയ്യുന്ന അനവധി ഗ്രഹങ്ങളെ പോലെ ഒരുപാട് ശിഷ്യന്മാരും വന്നു ചേരും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഈ ദീക്ഷാ പ്രപഞ്ചം എന്ന് തന്നെ പറയുന്നത്. ഇത് ഒന്നിൽ നിന്നും ഒന്നും വ്യത്യാസമല്ല, എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ നാനാത്വവും ആ നാനാത്വത്തിൽ പൂരിതമായി നിൽക്കുന്ന ഏകത്വവും കാണാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ എല്ലാം ബോധം ഏകമായ ഒന്നിലേക്ക് ചെന്നെത്തുകയും അതിനു വേണ്ടിയിട്ട് കാലാകാലങ്ങളായി ധാരാളം ഗുരുക്കന്മാര് വന്നു ചേരും, അവതരിക്കും എന്ന് തന്നെ പറയാം. കാരണം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ പന്ഥാവിലൂടെ കടന്നു പോകുന്നവരെയാണ് നമ്മൾ മഹാഗുരുക്കന്മാരായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഗുരുക്കന്മാരുടെയൊക്കെ ജന്മദിനങ്ങൾ നമ്മൾ ജയന്തിയായി കൊണ്ടാടും. നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ ജന്മദിനത്തെ ജയന്തിയാക്കുന്നില്ല. എന്തുകൊണ്ടാണ് മഹാഗുരുക്കന്മാരുടെ ജന്മദിനത്തെ ജയന്തിയാക്കുന്നത്? അവർ മായാജയം കൈവരിച്ചവരാണ്, പലതിനെയും ജയിച്ചവരാണ്. സാധാരണക്കാരനാണ് നിത്യജീവിതത്തിൽ പലതിൻ്റെ മുമ്പിൽ തോറ്റുപോകുകയോ തോറ്റു കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്നവരാണ്. ഇപ്പൊ തോൽവിയില്ലാതെ എല്ലാ ഭയങ്ങളെയും ജയിച്ചവർ, അഭയം സ്വയം നേടിയവരാണ്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ ആ പ്രകാശപൂരിതമായിരിക്കുന്ന കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്നവരാണ് ശിഷ്യന്മാരായിട്ടും ഈ ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ ആ പന്ഥാവിലേക്ക് പോകുമ്പോൾ അത് ഒരു വ്രതമായിട്ടും ആ വ്രതത്തിന്റെ ദീക്ഷയിലൂടെ ചരിക്കുകയും ചെയ്യും. 3 ദിവസത്തെ ചടങ്ങോടുകൂടിയാണ് സന്യാസ ദീക്ഷ സമ്പ്രദായം. വിരജാഹോമം എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. എല്ലാത്തിൽ നിന്നും വിരചിക്കുക, തൻ്റെ ആത്മാവിനെയും ബോധത്തെയും അഭിലാഷങ്ങളെയും സകലതിനെയും ഈ ലൗകികമായ കാമനകളിൽ നിന്നും വിരചിക്കുക, തിരിച്ചെടുക്കുവാൻ, എല്ലാത്തിൽ നിന്നും അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് ആ സമ്പ്രദായം. ആ ദീക്ഷാ ചടങ്ങിൽ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളിലുമൊക്കെ ഇതുണ്ട്. അവസാനം അതിനുശേഷം ദീക്ഷ കഴിഞ്ഞ് നമ്മൾ ഗുരുവിൻ്റെ പുത്രനായിട്ട് തന്നെ ജനിക്കുന്നു. ദായക്രമം അങ്ങനെയാണ്, ഗുരുശിഷ്യ ദായക്രമമുണ്ട്. ഇപ്പൊ നമ്മൾ നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്ര പരാശരം ച വ്യാസം ശുകം, ഇതുവരെ ഒരു പിതൃപുത്ര ദായക്രമത്തിലൂടെയാണ് വന്നത്. നാരായണൻ ബ്രഹ്മാവ്, അതിന് ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ, വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെ പുത്രൻ വ്യാസൻ, വ്യാസന്റെ പുത്രൻ ശുകൻ. ഗുരു ശിഷ്യ പാരസ്പര്യം പിതൃപുത്രദായ ക്രമത്തിലൂടെ. പിന്നെ അതിനുശേഷം ഗോവിന്ദ യോഗീശ മദാശി ശിഷ്യ ശ്രീ ശങ്കരാചാര്യം പത്മപാദം ഹസ്താമലകം തോടകം വാർത്തികകാരൻ, എങ്ങനെ സുരേശ്വരാചാര്യനിലൂടെ ഇങ്ങനെ എൻ്റെ ഗുരു വരെ എത്തുന്ന ഒരു ഗുരുശിഷ്യ ദായക്രമം നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഔരസപുത്രൻ എന്നതിനേക്കാളേറെ മാനസപുത്രന്മാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമ്പ്രദായം പിന്നീട്
നമ്മുടെ ഈ ഗുരു ശിഷ്യ ദായക്രമത്തിലൂടെ കാണാൻ സാധിക്കുന്നു. അതാണ് ഭാരതത്തിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ട് നിലനിൽക്കുന്നത്, ഈ ഗുരു ശിഷ്യ ദായ ക്രമമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരമഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ആ പരമ്പരയുടെ കണ്ണികളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനൊക്കെയുള്ള ചടങ്ങുകളൊക്കെയാണ്. അപ്പം ഈ ശിഷ്യൻ സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ മാനസിക കാമനകളെയും ചോദനകളെയും എല്ലാം തന്നെ ഈ ഗുരുവിൻ്റെ പ്രഭാവത്താൽ, ആ ഗുരുവിൻ്റെ ജ്ഞാനത്താൽ, ആ ഗുരുവിൻ്റെ അനുഗ്രഹമാകുന്ന അഗ്നിയിൽ ഇല്ലാതാകും. ശ്ലോകം തന്നെയുണ്ട്, അനേക ജന്മ സംപ്രാപ്ത കർമ്മേന്ധന വിദാഹിനെ ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഇങ്ങനെ ആണ്. അപ്പോൾ ഇത് പലവിധ ചടങ്ങുകളിൽ അല്പസ്വല്പ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എല്ലാം കേന്ദ്രീകൃതമായിട്ട് നമ്മളെ നയിക്കുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഈ പ്രാരബ്ധ ദഹനത്തോടുകൂടി തൻ്റെ കർമ്മങ്ങളെല്ലാം ഒടുങ്ങി മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. ശാന്തിഗിരി ആശ്രമത്തിലെ ഗുരു തുടങ്ങി വെച്ച ആ പരമ്പര അനുസ്യൂതം വരുന്നുണ്ട്. ഞാൻ ഇവിടെ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ സമാധി ശതാബ്ദി കഴിഞ്ഞ മെയ് മാസം നമ്മൾ ആചരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മരുത്വാമലയിൽ നിന്ന്, സ്വാമികൾ തപം വരുന്ന മരുത്വാമലയിൽ നിന്നാണ് ദീപജ്യോതിയുടെ പ്രയാണം വന്നത്. ആ പ്രയാണ വഴിയിൽ നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിൽ വരികയും വളരെ ഊഷ്മളമായ ഒരു വരവേൽപ്പാണ്, നമുക്ക് സ്വീകരണമാണ് ഉണ്ടായത്. അവിടെ വന്ന് കണ്ട സമയത്ത് തന്നെ അവിടെയുള്ള ആ അച്ചടക്കവും ആ ക്രമവും ഒക്കെ നമുക്ക് കണ്ട് വളരെ സന്തോഷം ഉണ്ടായി. എന്തായാലും അവിടുത്തെ സന്യാസ ദീക്ഷയുടെ 40-ാം വർഷം ആഘോഷിക്കുന്ന ഈ പുണ്യവേളയിൽ പന്മന ആശ്രമത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ഭാവുകങ്ങളും അതോടൊപ്പം ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ തന്നെ ആ പരമ്പരയിൽപ്പെട്ട കരുണാകര ഗുരുവിൻ്റെ ആ ശിഷ്യ പരമ്പരയ്ക്കും ആ ആശ്രമത്തിനുണ്ടാവട്ടെ എന്ന് സകല ഗുരു പരമ്പരയുടെയും പദാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പ്രഭാഷണത്തിനായി ഇന്ന് നമ്മോടൊത്തുള്ള മഹത് വ്യക്തിത്വമാണ് ആദരണീയനായ ശ്രീ മനോഹർ ഗൗരാദാസ് അവർകൾ. AC ഭക്തവേദാന്ത സ്വാമി പ്രഭുപാദർ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായി തന്റെ ആത്മീയ ആചാര്യനിൽ നിന്ന് ചെറുപ്പത്തിൽ ലഭിച്ച കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി വാർദ്ധക്യത്തിൽ 69-ാം വയസ്സിൽ കൊൽക്കത്തയിൽ നിന്ന് ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഒരു ചരക്ക് കപ്പലിൽ യാത്ര ചെയ്തു. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു പാർക്കിൽ ഹരേ കൃഷ്ണ ജപിച്ച് ക്ലാസുകൾ നൽകി. ചില ആദ്യകാല വിദ്യാർത്ഥികളുടെ സഹായത്തോടെ 1 വർഷത്തിനു ശേഷം ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ സ്ഥാപിച്ചു. ലോകത്താകമാനം 550-ലേറെ കേന്ദ്രങ്ങളുള്ള ഇസ്കോണിന്റെ തിരുവനന്തപുരം ഇൻചാർജാണ് ആദരണീയനായ ശ്രീ മനോഹർ ഗൗരാദാസ് അവർകൾ. 20 വർഷത്തിലേറെയായി അദ്ദേഹം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട്. MBA ബിരുദധാരിയായ അദ്ദേഹം ക്രമേണ ഭക്തിമാർഗത്തിലേക്ക് തിരിയുകയായിരുന്നു. അദ്ദേഹം ഭാഗവത സപ്താഹം നടത്തുകയും ഭഗവത്ഗീത ക്ലാസുകൾ എടുക്കുകയും ചെയ്തു വരുന്നു. ഇസ്കോണിന്റെ തലസ്ഥാനത്തെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തെ ആദരവോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഓഡിയബിൾ ആണോ? ഒഴിവാണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സന്യാസ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പൊതുവെ
സന്യാസധർമ്മം വരുന്നത് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിലാണ്. രണ്ട് ധർമ്മങ്ങൾ ശാസ്ത്രത്തിൽ എടുത്തു പറയുന്നു: അപരധർമ്മം, പരധർമ്മം. അപരധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും അവരവരുടെ സ്റ്റേറ്റസും സ്റ്റാൻഡേർഡ് അനുസരിച്ചും ഈ ധർമ്മത്തിലേക്ക് ആക്സസ് ചെയ്ത് ഒടുവിൽ പരധർമ്മത്തിലേക്ക് ആ വ്യക്തി എത്തേണ്ട അവസ്ഥയാണ് അപരധർമ്മം എന്ന് പറയുന്നത്. ഇനി പരധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമുണ്ട്. അത് ഏറ്റവും ഉത്തമമായ ധർമ്മമാണ്. അപര എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ, പര എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ. എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എന്ന് പറഞ്ഞാൽ മൾട്ടി ഫോംസ് ആണ്. യൂണിഫോംസ് ഉണ്ട്, മെനി ഫോംസ് ഉണ്ട്, മൾട്ടി ഫോംസ് ഉണ്ട്. കാരണം അങ്ങനെ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഒരാൾ താണ്ടി പോവാതെ വേദങ്ങളുടെ ചട്ടക്കൂടിനകത്തിരുന്ന് ക്രമേണ ഒരുവന് ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റും. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ഒരു വ്യക്തിക്ക് ഹയർ ലെവലിലേക്ക് ഉപദേശം കൊടുത്താൽ ആ വ്യക്തിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേദങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളും. അങ്ങനെ വേദധർമ്മം അനുസരിച്ച് രണ്ടായിട്ട് പിരിച്ചു. ഒന്ന് അപരധർമ്മം, ഇനി ഒന്ന് പരധർമ്മം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 3 - 4 ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കുട്ടിക്ക് പറയാൻ പ്രയാസമായിരിക്കും. കാരണം ആ സിലബസ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് വേദങ്ങൾ ഇത്തരത്തിൽ വ്യാസദേവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവര് വേദത്തിന്റെ അതിർത്തിയിൽ നിന്നും പുറത്തുപോയി അവര് വേദപ്രമാണങ്ങൾക്ക് എതിരായിട്ട് ജീവിക്കും. അപ്പൊ ക്രമേണ അവര് ആ പരധർമ്മത്തിലേക്ക് എത്തണം എന്നാണ്. ഇപ്പോ ഈ വർണ്ണ ആശ്രമ ധർമ്മ വ്യവസ്ഥ അത് പ്രധാനമായിട്ട് വേദങ്ങൾ പറയുന്നത് ഈ അപരധർമ്മത്തിലാണ്. വർണ്ണങ്ങളും ആശ്രമങ്ങളും. പരധർമ്മം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഏത് ധർമ്മത്തിലാണ് നിന്നാലും അതിനെ ബൈപ്പാസ് ചെയ്ത് ഒരൊറ്റ ധർമ്മത്തിലേക്ക് എത്തുക എന്നാണ്. അപ്പോ ശ്രീമദ് ഭാഗവതം പറയാണ്, സവൈ പുംസാം പരോ ധർമ്മ യതോ ഭക്തിരധോക്ഷജേ അഹൈതുകീ അപ്രതിഹത യയാത്മാസു പ്രസീതതി. ഏറ്റവും പരമമായ ധർമ്മം, അതാണ് പരമമായ ധർമ്മം. എന്താണ്? അധോക്ഷജനായ കൃഷ്ണന് ഭക്തി ഉണ്ടാക്കുക. എങ്ങനെയുള്ള ഭക്തിയാണ്? അഹൈതുകി, കോസ്ലെസ്, റീസൺ ഇല്ലാത്ത ഭക്തി. അതേമാതിരി സീസ്ലെസ്, അപ്രതിഹത, ഒരിക്കലും മുറിയാത്ത ഭക്തി. അത് അപരധർമ്മമാണ്. കൃഷ്ണൻ ഭഗവത്ഗീതയിലും ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നതാണ്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. മാം ഏകം ശരണം വ്രജ ഭഗവത്ഗീതയുടെ കൺക്ലൂഷനാണ്. അവസാനത്തെ ചാപ്റ്റർ ഭഗവാന്റെ തന്നെ കൺക്ലൂഷനാണ്. എൻറ്റയർ ഭഗവത്ഗീതയുടെ കൺക്ലൂഷനാണ്. സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞാൽ നീ ഇത്രയും നമ്മൾ സംസാരിച്ചതും അനുഷ്ഠിക്കുന്നതുമായിട്ടുള്ള സർവധർമ്മങ്ങൾ എന്ത് തന്നെ ആവട്ടോ അതെല്ലാം മാറ്റിവെച്ചിട്ട് മാം ഏകം ശരണം വ്രജ. അതാണ് പരധർമ്മം എന്ന് പറയുന്നത്. എന്നെ മാത്രം ശരണം പ്രാപിച്ച് മന്മനാഭവ മദ്ഭക്ത മധ്യാജിമാം നമസ്കരു, എന്റെ ഭക്തനാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ദഹിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആൾക്കാരുടെ ഗുണങ്ങൾ, ജീവാത്മാക്കളുടെ ഗുണങ്ങൾ, അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവും. ചിലര് സത്വഗുണത്തിലായിരിക്കും, ചിലര് രജോ ഗുണത്തിലായിരിക്കും, ചിലര് തമോ ഗുണത്തിലായിരിക്കും. അതേമാതിരി തന്നെ ഈ ഗുണങ്ങൾ തന്നെ ഉത്തമം, മധ്യമം, നീചം ഇങ്ങനെയുള്ള ലെവലിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു സിലബസ് പറ്റില്ലാത്തത് കൊണ്ടാണ് വേദധർമ്മത്തില് അപരധർമ്മവും പരധർമ്മവും പറയുന്നത്. അപ്പൊ അപരധർമ്മം ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ഫോളോ ചെയ്ത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ലെവല്, ഹയർ ലെവൽ ആവുമ്പോഴും അവർക്ക് പരധർമ്മത്തിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ത്രൂ ശാസ്ത്ര. അതാണ് വേദത്തിന്റെ അകത്തുക.
അപ്പൊ ഈ വേദത്തിന്റെ ആകെ തുകയില് പ്രധാനമായിട്ട് പറയുന്നതിന് അപരധർമ്മം. ഈ അപരധർമ്മം ഭഗവത്ഗീതയില് ആദ്യത്തെ ചാപ്റ്ററിൽ മുതൽ തന്നെ അർജുനൻ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. കൃഷ്ണനും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയാണ് അവസാനം പരധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. പരധർമ്മം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ, പരമാത്മാവിനെ നേരിട്ട് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപരധർമ്മത്തില് വർണ്ണങ്ങളും ആശ്രമ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. വർണ്ണ ആശ്രമമാണ്. അതായത് കൂടുതലൊന്നും നീട്ടിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. പലരും പല സന്യാസി വര്യന്മാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ അത് ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർണ്ണങ്ങളും ആശ്രമങ്ങളും. വർണ്ണങ്ങൾ 4 ഉണ്ട്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിലേക്ക് ഇതിൽ പോകുന്നില്ല. അതേമാതിരി തന്നെ ആശ്രമ വ്യവസ്ഥ: ബ്രഹ്മചാരി, വാനപ്രസ്ഥ, ഗൃഹസ്ഥ, സന്യാസ. അപ്പൊ അതില് ഈ സന്യാസം വരുന്നത് അതിനകത്താണ്. വർണ്ണ ആശ്രമം. എന്താണ് ഈ ബ്രഹ്മചാരി ആയാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥയായാലും സന്യാസിയായാലും ഈ വർണ്ണത്തിന്റെയും ആശ്രമത്തിന്റെയും ഉദ്ദേശം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അതിന്റെ ഗോൾ എന്താണ്? വിഷ്ണു പുരാണത്തില് 3:8-9 പറയുന്നുണ്ട്: വർണ്ണാശ്രമ ആചാരവത പുരുഷേണ പര പുമാൻ വിഷ്ണു ആരാധ്യതേ പന്ത നാന്യത് തത്ഘോഷകാരണം. അർത്ഥം, വർണ്ണാശ്രമ ആചാരവത, ഈ വർണ്ണാശ്രമങ്ങൾ ആചരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം പുമാൻ വിഷ്ണു ആരാധ്യതേ പന്ത, പരമപുരുഷനായ ശ്രീ പരമാത്മാവായ ശ്രീ വിഷ്ണുവിനെ ആരാധിച്ച് തദ്ഘോഷ കാരണം, തൃപ്തിപ്പെടുത്തലല്ലാതെ വേറൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഒരാള് ബ്രഹ്മചാരി ആയാലും, ഒരാള് ഗൃഹസ്ഥനായാലും, ഒരാള് വാനപ്രസ്ഥയായാലും, ഒരാള് സന്യാസിയായാലും, ബ്രാഹ്മണനായാലും, ക്ഷത്രിയനായാലും, വൈശ്യനായാലും, ശൂദ്രനായാലും, ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ പ്രധാന ഉദ്ദേശം ഓരോ വർണ്ണവും അനുസരിച്ച് ആ വർണ്ണത്തിൽ അവർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ആ ഡ്യൂട്ടി അനാസക്തിയോടുകൂടി ചെയ്തുകൊണ്ട് പരമപുരുഷനായ വിഷ്ണുവിനിലേക്ക് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെ ഉള്ള ആ ഒരു ആശ്രമത്തിൽ. അതിന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു ചേഞ്ച് ഇല്ല. അപ്പോ പണ്ട് മുതലേ ഇത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ, ശ്രീപാദ ശങ്കരാചാര്യ സ്വാമികൾ വരുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു വർണ്ണങ്ങളും ആശ്രമങ്ങളും സനാതന ധർമ്മം എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇന്ന് കലിയുഗത്തിലായതുകൊണ്ട് കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നേ ഉള്ളൂ. നമുക്ക് കൂടുതലും ഗൃഹസ്ഥരെ കാണാൻ പറ്റും, വാനപ്രസ്ഥികളെ വളരെ കുറവായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ സന്യാസി വര്യന്മാരെയൊക്കെ നമുക്ക് ഓരോ ആശ്രമങ്ങളിലും കുറച്ച് കാണാൻ പറ്റും. പണ്ടൊക്കെ അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ നമുക്ക് വെറുതെ നിരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ 2-3 കാഷായ വസ്ത്രം ഇടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. ഇപ്പൊ അതൊന്നും കാണാനില്ല, അവരും കുറഞ്ഞു പോയി. അപ്പോ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഉദ്ദേശം അതാണ്, വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. അതിൽ കൂടി ജീവിതത്തില് പരമമായ സ്ഥാനം കൈവരിക്കുക, അതാണ് ഉദ്ദേശം. എന്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബൃഹദ് ബ്രഹ്മവൈവർത്ത പുരാണം, ഒരു പുരാണത്തിൽ ഇങ്ങനെ പറയണു, ഏകദേശം എന്താ പറയാ, അശ്വമേധം, ഗവാലംബം, സന്യാസം, പാലപൈതൃകം, ദേവരേണ സുതോത്പതിയും കലവും പഞ്ചവിവർജയത്. 5 കാര്യങ്ങൾ വർജിക്കാനായിട്ടാണ് ഈ പുരാണം പറയുന്നത്. എന്തൊക്കെയാണ്? കലിയുഗത്തില് 5 കാര്യങ്ങൾ വർജിക്കണമെന്ന് പറയണം. എന്തൊക്കെയാ? 1, അശ്വമേധം എന്ന് പറഞ്ഞാൽ യാഗത്തിൽ കുതിര അർപ്പിക്കുന്നത്, അത് പാടില്ല എന്ന് പറയണം. 2ാമത്തത് ഗവാലംബം, യാഗത്തിൽ പശുവിനെ അർപ്പിക്കുക, അത് പാടില്ല എന്ന് പറയണം. 3ാമത്തത് സന്യാസം, അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. സന്യാസം, അത് വർജിക്കാൻ പറയണം. അതേമാതിരി പാലപൈതൃകം എന്ന് പറഞ്ഞാൽ പിതൃവിന്റെ അർച്ചന ചെയ്യുമ്പോൾ മാംസം നിവേദിക്കുക എന്നുള്ള കർമ്മം, അതും പാടില്ല എന്ന് പറയണം. അവസാനം പറയുന്നു ദേവരേണ സുതോത്പത്തി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന് എന്തെങ്കിലും കാരണത്താൽ കുഞ്ഞുങ്ങൾ ഭാര്യയിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ അനിയന്റെ ഭാര്യയിൽ നിന്ന് കുഞ്ഞിനെ
വീണ്ടെടുക്കാം എന്നുള്ള രീതി, അത് കലിയുഗത്തിൽ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ദ്വാപരയുഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിചിത്ര വീര്യന്റെയും ചിത്രസേനനും അല്ലെ, അവർക്ക് കുഞ്ഞുങ്ങൾ, അവർ മരിച്ചതുകൊണ്ട് അവരുടെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മത്സ്യഗന്ധി സത്യവതിയുടെ അഭിപ്രായ പ്രകാരം വ്യാസദേവൻ വന്ന് അവരെ അനുഗ്രഹിച്ച് അതിലുണ്ടായ പുത്രന്മാരാണ് പാണ്ഡുവും ധൃതരാഷ്ട്രനും. പക്ഷെ അത് ദ്വാപരയുഗത്തിലാണ്. ഈ പരിപാടി കലിയുഗത്തിൽ പാടില്ല എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ അല്ലെ ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് ഇത് പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ സ്വാമി എങ്ങനെയാണ് സന്യാസം ഇതിൽ വന്നിരിക്കുന്നത്? പിന്നെ എങ്ങനെ നമ്മൾ ഇത്രയും സന്യാസിമാരെ കാണുന്നത് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സന്യാസത്തിന് ഇത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ശ്ലോകം ഞാൻ എടുത്തിട്ടത്. ഒന്നാമതായിട്ട് സന്യാസം വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഭാഗമാണ്. അത് 4 ആശ്രമങ്ങളിൽ ഏറ്റവും അവസാനത്തതാണ്, കൺക്ലൂഷൻ. അങ്ങനെയെങ്കിൽ കലിയുഗത്തിൽ സന്യാസം പാടില്ല എന്ന് എങ്ങനെ പറയും? കലിയുഗത്തിൽ വർണ്ണാശ്രമം നിരസിക്കണമെന്ന് സത്യം പറഞ്ഞ യാതൊരു നിർദ്ദേശവും ഇല്ല. ആർക്കൊക്കെ സന്യാസം എടുക്കാൻ പറ്റൂ അവർക്കൊക്കെ എടുക്കാം. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, ഈ ബ്രഹ്മവൈവർത്തന ശ്ലോകത്തില് പലരെയും ഉദ്ദേശിച്ചുകൊണ്ടും ശരിയായ രീതിയിലുള്ള സന്യാസി വര്യന്മാരെ ഉദ്ദേശിക്കാതെയാണ് ഇത് പറയുന്നത്. കാരണം ഇത് പറയുന്നതിന് കാരണം എന്തെന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള അധപ്പതിച്ച ജീവിതം നയിക്കുന്ന ആൾക്കാർ അല്ലെ, പ്രത്യേകിച്ച് വെറുതെ സന്യാസ വസ്ത്രം, കാഷായ വസ്ത്രമൊക്കെ പലരും കാഷായ വസ്ത്രം ഇടുന്നത് ഒരുപാട് റീസൺ ഉണ്ടായിരിക്കും. ശരിയായ റീസണും ഉണ്ട്, അല്ലാതെ പലതരത്തിലുള്ള റീസണും ഉണ്ട്. നമ്മൾ സിനിമയിലെ കണ്ടിരിക്കും ചിന്താവിഷ്ടയായ ശ്യാമള, പഴയ ശ്രീനിവാസന്റെ സിനിമയാണ് അല്ലെ. കുടുംബം നോക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആശ്രമത്തിൽ പോയി അവിടെ കാവ്യൊക്കെ ഇട്ടിരിക്കും. കുറെ കഴിഞ്ഞ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ച് കുടുംബത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. അതേമാതിരി എന്താ പറയാ, മായാവാദ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ശങ്കര സിദ്ധാന്തത്തിനെ കണ്ടിട്ട് ഒരുപാട് കാപട്യം പിടിച്ച ഒരുപാട് പേര് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ശങ്കരന്റെ സിദ്ധാന്തത്തിൽ, ശ്രീപാദ ശങ്കരാചാര്യയുടെ സിദ്ധാന്തത്തിൽ കണക്ട് ചെയ്ത് നമ്മളും അതിന് അനുയായികളാണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞാൽ മായാവത സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്യാസിമാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും സന്യാസ ധർമ്മത്തിലേക്ക് പോകരുത്. അത് പറയാൻ കാരണം എന്തെന്നാൽ, ഒരു സന്യാസി ശരിയായ രീതിയിൽ സന്യാസം അനുഷ്ഠിച്ച് ജീവിച്ചില്ല എങ്കിൽ ഈ ഭൂലോകത്തില് എത്ര സന്യാസി വര്യന്മാരുണ്ടോ ആ സന്യാസി വര്യന്റെ കംപ്ലീറ്റ് അവരുടെ പാപത്തിന്റെ 1/4 ഈ സന്യാസി അനുഭവിക്കേണ്ടി വരും. ഒടുവിൽ നരകയാതന അനുഭവിക്കേണ്ടി വരും മരണശേഷം. അപ്പൊ ഇതൊരു സീരിയസ് സ്റ്റെപ്പാണ് ഈ സന്യാസവും ബ്രഹ്മചര്യവും. ബ്രഹ്മചാരിയും സന്യാസിയും വളരെ സീരിയസ് സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പറ്റാത്ത കാര്യങ്ങളിലേക്ക് ഒരാൾ പോകരുത്. ഇത്രയും ക്വാളിറ്റിക്ക് സന്യാസി ഉണ്ടായി, ഇത്രയും ഗുണഗണങ്ങൾ സന്യാസി കൾട്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരാളെ അതിന് വേഷഭൂഷാദികൾ കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം, അവരുടെ ഡീലിങ്, അവരുടെ ചിന്താഗതി, അവർ ശാസ്ത്രത്തിൽ ഏത് തത്വമാണ് അവർ ജീവിക്കുന്നത് എല്ലാം ഉണ്ടാവും. ഏത് തത്വം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലവർ വയറ് നിറയ്ക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഭോഗങ്ങൾ നിറയ്ക്കാൻ വേണ്ടി മാത്രം തെരുവിൽ അലഞ്ഞു നടക്കുകയും എന്താ പറയുക, ഒരു സന്യാസി കഴിക്കാൻ പാടില്ലാത്ത പദാർത്ഥങ്ങളൊക്കെ തന്നെ അവർ കഴിക്കുകയും ചെയ്യും. സന്യാസിക്ക് പല കാര്യങ്ങളും, സന്യാസിക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ല എന്നാണ്. സന്യാസി ഭിക്ഷ യാചിക്കണമെന്നാണ് പറയുന്നത് അല്ലെ. ഭിക്ഷ യാചിച്ച് കഴിക്കണം, പക്വാന്നം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മള് സമൂഹത്തിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നാട്ടിലേക്ക് ഇറങ്ങി നടന്നാൽ, കുറച്ചുകൂടെ ഉള്ളിലേക്ക് വടക്കോട്ട് നോക്കി കഴിഞ്ഞാൽ, ചിലർക്ക് ഇതൊരു തൊഴിലാണ്. ചിലർക്ക് പലരുടെയും റെസ്പെക്ട്, ധനം, ഇതിലൊക്കെ അട്രാക്ഷൻ കൊണ്ട് ഏതെങ്കിലും ആശ്രമത്തിലേക്ക് കടന്നുകൂടി അവർ കാഷായ വസ്ത്രം ഇട്ടൊക്കെ അവർ സന്യാസിയായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മറ സൈഡാണ് ഞാൻ ഈ പറയുന്നത്. ശാസ്ത്രത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ സന്യാസം
പറഞ്ഞിട്ടില്ല, അത് അവരെ ബ്ലോക്ക് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ അതിന് ചില ഗുണഗണങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. സപ്പോസ് ശങ്കരാചാര്യർ, ശ്രീപാദ ശങ്കരാചാര്യ സ്വാമി വളരെ ഉറച്ച ഒരു സന്യാസ ധർമ്മം സ്വീകരിച്ച മഹാദേവന്റെ തന്നെ അവതാരമാണ്. അപ്പോ സന്യാസികൾക്ക് അദ്ദേഹം വളരെ ഒരു ഉയർന്ന പെരുമാറ്റ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികളിൽ പലരും തലമുറകളായി അവരതിനെ ശരിയായ രീതിയിലൊന്നും കൊണ്ടുപോകാറില്ല. പല ആശ്രമത്തിലും പല രീതിയിലാണ്. അപ്പൊ അത്തരം അധപ്പതിച്ച സന്യാസം, അങ്ങനെയുള്ളവര് സന്യാസം സ്വീകരിക്കുന്നതിലൂടെ താൻ നാരായണനാകുമെന്ന് ഒരു മായാവാദി കരുതുകയാണ്. പക്ഷെ അത് നിഷിദ്ധമാണ്. അങ്ങനെയുള്ളവര് എന്ന് പറഞ്ഞാൽ സന്യാസം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നാരായണനാകും എന്ന ഒരു സിദ്ധാന്തം ഉള്ള വ്യക്തി സന്യാസം ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇനി അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തില് ഭൂരിഭാഗം ആളുകൾക്കും യോഗ്യത വളരെ കുറവാണ് ഈ സന്യാസ കാര്യത്തിൽ. ഗുണം കൊണ്ട് ജന്മനാ ജായത്തെ ശൂദ്ര, കലവ് ശൂദ്ര സംഭവ. കലിയുഗത്തില് ശൂദ്ര യോനിയിലാണ് മടങ്ങുന്നത് കൂടുതൽ. അവർക്ക് അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ളതിനാൽ സന്യാസത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുവാൻ വളരെ പ്രയാസമാണ്. അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ സന്യാസം സ്വീകരിക്കാനാകും? എന്നാൽ ദൈവാവബോധത്തിന്റെ അഭാവത്താൽ ദൈവാവബോധം വരുത്തുന്നതിന് വേണ്ടിയും അതിന്റെ നിഷ്ഠതയോടുകൂടി ഇരിക്കുന്നവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ കഴിയുന്ന ചിലരുണ്ടെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നതിൽ വിരോധമില്ല. അല്ലെങ്കിൽ അത് വെറും ഒരു ശങ്കരാചാര്യർ തന്നെ പറയുന്ന മാതിരി ഉദരം നിമിത്തം ബഹുഹൃത വേഷം, ഉദരം നിമിത്തത്തിന് വേണ്ടി പലവിധ വേഷം കെട്ടുന്ന ഒരു രീതിയാവും. കാരണം ഇതിന് ഫിലോസഫിക്കലി വലിയൊരു പ്രശ്നമാണ്. ഈ മായാവാദി സന്യാസി വര്യന്മാരുടെ ഇടയില് അവര് തന്നെ പറയും, ദണ്ഡ ഗ്രഹണ മാത്രേണ നരോ നാരായണോ ഭവേത്. സന്യാസി ദണ്ഡം ഗ്രഹണ മാത്രേണ, അത് സ്വീകരിക്കുന്ന നിമിഷം തന്നെ നരനായ ആ വ്യക്തി നാരായണനായിട്ട് ഭവിക്കും. അപ്പൊ അത് വലിയൊരു നിഷിദ്ധമായ കർമ്മമാണ് അല്ലേ? അപ്പൊ സന്യാസത്തിന്റെ ക്രമം സ്വീകരിച്ചാൽ ഒരാൾ ഉടനടി നാരായണനായി രൂപാന്തരപ്പെടുന്നു. ഈ തത്വമോ ഇത്തരത്തിലുള്ള തത്വചിന്തയോ പ്രയോഗിക്കുന്ന ആളുകൾ അത് അധപതിച്ച സങ്കല്പമാണെന്നും അതിനാൽ അത്തരം സന്യാസം നിഷിദ്ധമാണെന്നും ശാസ്ത്രം എടുത്ത് പറയാണ്. അപ്പൊ അങ്ങനെയുള്ളവര് സന്യാസം സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. ഈ കലിയുഗത്തില് കാപട്യത്തിന്റെയും വഞ്ചനയുടെയും ഈ യുഗത്തില് എന്താ പറയുക, പല തരത്തിലുള്ള സന്യാസി വര്യന്മാരും സന്യാസി അല്ലാത്തവർ ഇതേമാതിരി വേഷമിടുകയും സന്യാസത്തിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല ലാഭത്തിനും ആരാധനയ്ക്കും വ്യത്യാസത്തിന് വേണ്ടി പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുന്നവരുണ്ട്. പ്രശസ്തി, ഭൗതിക സൗകര്യങ്ങൾക്കുള്ള അന്തസ്, പണം മുതലായവ വ്യക്തമായും അത്തരം സന്യാസം നിഷിദ്ധമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സന്യാസം പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ സന്യാസം ആരെടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഫിലോസഫിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയൊരു സന്യാസ ചരിത്രം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ശ്രീപാദ ശങ്കരാചാര്യരുടെ ആവിർഭാവത്തിന് മുമ്പ്, അദ്ദേഹം ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പെയാണ്, വളരെ മുമ്പ് തന്നെ അദ്ദേഹം. അപ്പോ ഈ ശങ്കരാചാര്യർക്ക് മുൻപേ തന്നെ ശ്രീ വിഷ്ണുസ്വാമിയുടെ വൈഷ്ണവ പരമ്പരയിൽ ത്രിദണ്ഡി സന്യാസ ക്രമം നിലനിന്നിരുന്നു. വിഷ്ണുസ്വാമി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി കഴിഞ്ഞാൽ കിട്ടും. വിഷ്ണുസ്വാമി, നിമ്രകാചാര്യ, മധ്വാചാര്യ, ഇങ്ങനെയുള്ള ആചാര്യന്മാർ. അപ്പോ അന്നേ ഒരു ത്രിദണ്ഡി സന്യാസ ക്രമം നിലനിന്നിരുന്നു. വിശ്വസ്വാമി വൈഷ്ണവ സമ്പ്രദായത്തിൽ സന്യാസത്തിന്റെ ത്രിദണ്ഡം സ്വീകരിക്കുന്ന സന്യാസിമാർക്ക് 10 വ്യത്യസ്ത സന്യാസ നാമങ്ങളും 108 വ്യത്യസ്ത നാമങ്ങളും ഉണ്ട്. ശങ്കരാചാര്യർക്ക് മുൻപെയാണ്, ആലോചിക്കുന്നത്. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ വൈദിക സന്യാസം എന്ന് പറയും. വൈഷ്ണവ സന്യാസം അത് വൈദിക സന്യാസമാണ്. അത് ശങ്കരാചാര്യർക്ക് മുൻപേ തന്നെ സനാതന ധർമ്മത്തിന് ഏകദേശം 120 മില്യൺ ഇയേഴ്സ്, അത്രയും വർഷമായി സനാതന ധർമ്മം ആരംഭിച്ചിട്ട്. 120 മില്യൺ ഇയേഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ സനാതന ധർമ്മമുണ്ട്. അത് അടുത്ത എന്താ പറയാ, ബ്രഹ്മാവിന്റെ സൃഷ്ടി തുടങ്ങി ആദ്യത്തെ മനുവിനെ ക്രിയേറ്റ് ചെയ്തിട്ട് മനുവിന് കൊടുക്കുന്ന സനാതന ധർമ്മം ഞാൻ പറഞ്ഞു 120 മില്യൺ ഇയേഴ്സ് ആയി. അപ്പോ അന്ന് മുതലേ ഈ സമ്പ്രദായം ഉണ്ട്.
സനാതന ധർമ്മത്തിലെ സന്യാസം എങ്ങനെ എടുക്കണം, ത്രിദണ്ഡം സ്വീകരിക്കണം. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിനു മുമ്പേ ഉള്ള വിഷ്ണുസ്വാമി ആചാര്യൻ തന്നെ അവർ ചിട്ടപ്പെടുത്തി അവർ വഴിയുള്ളതുണ്ട്. അത് ഏകദേശം ത്രിദണ്ഡം സ്വീകരിക്കുന്ന സന്യാസിമാർക്ക് 10 വ്യത്യസ്ത സന്യാസ നാമങ്ങളും 108 വ്യത്യസ്ത നാമങ്ങളും ഉള്ളതാണ്. എന്നാൽ പിന്നെ അത് മാറി എപ്പം വന്നു, അതിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ വരുന്നത്. അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ശങ്കരസ്വാമികൾ വന്നതിന് ഉദ്ദേശം ബുദ്ധവാദത്തിന് തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെതായ തത്വജ്ഞാനം കൊണ്ടുവന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോ വ്യക്തിത്വമില്ലായ്മ, ഇംപേഴ്സണലിസം, അങ്ങനെയുള്ള ചായ്വുള്ള ഒരു വേദാന്തവാദിയും ഏകത്വത്തിന്റെ തത്വചിന്ത പ്രബോധനവും ചെയ്തിരുന്ന ശങ്കരാചാര്യരുടെ കാലത്ത് പഞ്ചോപാസകരുടെ എന്ന് പറഞ്ഞാൽ പഞ്ചദൈവങ്ങളെ ആരാധിക്കുന്ന അവർ വീണ്ടും പ്രബലമായിട്ട് വന്നു. അതുകൊണ്ട് നമ്മുടെ ശ്രീ ചൈതന്യ മഹാപ്രഭു അവരുടെ സന്യാസി വര്യന്മാർക്ക് 10 പേര് ഉപയോഗിക്കുന്ന ശങ്കരാചാര്യത്തിൽ നിന്ന് ചൈതന്യ മഹാപ്രഭുവും ഈ ഇസ്കോണുമായിട്ട് കണക്ട് ചെയ്ത് ചൈതന്യ മഹാപ്രഭു അവരിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കേശവ ഭാരതിയിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ ആര്യവർത്തത്തില് വേദങ്ങളുടെ അനേകം ആയിട്ടുള്ള കുറെ കപട അനുയായികള് ഈ സമ്പ്രദായത്തിൽ ഇൻവോൾവ് ആവുകയും അവരുടെയൊക്കെ മാർഗനിർദ്ദേശപ്രകാരം അവര് പഞ്ചോപാസകർ എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യയുടെ അനുയായികളായിട്ട് മാറുണ്ടായി. അതിലെ തീർത്ഥം, ആശ്രമം, വനം, ആരണ്യ, ഗിരി, പർവ്വതം, സാഗരം, സരസ്വതി, ഭാരതി, പുരി എന്നിവയാണ് ശങ്കര സന്യാസിമാരുടെ 10 പേരുകൾ. അതിലെ ഭാരതി, കേശവ ഭാരതിയിൽ നിന്നാണ് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ കൂടെ കളക്ട് ചെയ്ത ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചിരിക്കുന്നത്. സോ എങ്കിലും അദ്ദേഹം ആ മായാവാദ സന്യാസം ഫോളോ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ പേര് ശ്രീകൃഷ്ണ ചൈതന്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. കേശവ ഭാരതിൽ നിന്ന് സന്യാസം എടുത്തു അതേ ഉള്ളൂ. പക്ഷെ പരധർമ്മമാണ് അദ്ദേഹം ഫോളോ ചെയ്തത്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സോ ഇതേമാതിരി ഈ തീർത്ഥം, ആശ്രമം, വനം, ആരണ്യം ഇങ്ങനെ 10ഓളം ശങ്കര സന്യാസിമാരുടെ പേരുകളാണെങ്കിലും ഓരോ സന്യാസിയുടെയും ബ്രഹ്മചാരിയുടെയും സ്ഥാനവും വാസസ്ഥലവും അപ്രകാരം തന്നെയാണ്. അതേമാതിരി ഈ 10 തീർത്ഥം, ആശ്രമം എന്നീ സ്ഥാനപ്പേരുകളിലുള്ള സന്യാസികൾ സാധാരണയായി ദ്വാരകയിലാണ് താമസിക്കുന്നത്. അവരുടെ ബ്രഹ്മചാരി നാമം സ്വരൂപ എന്നാണ്. അതേമാതിരി വന, ആരണ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവർ പുരുഷോത്തമ അല്ലെങ്കിൽ ജഗന്നാഥപുരിയിൽ താമസിക്കുന്നവരാണ്. അവരുടെ ബ്രഹ്മചാരി നാമം പ്രകാശ എന്നാണ്. ഞാനിപ്പോ ഒരു 4th ഇയറിൽ ഓടിപ്പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാനായിട്ട്. പിന്നെ ഈ 10 തന്നെ ഗിരി, പർവ്വത, സാഗര എന്നീ പേരുകളുള്ളവർ പൊതുവെ ബദരി ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അവരുടെ ബ്രഹ്മചാരി പേര് വന്നിട്ട് ആനന്ദ എന്നാണ്. അതേമാതിരി സരസ്വതി, ഭാരതി, പുരി എന്നീ സ്ഥാനപ്പേരുകളുള്ളവർ സാധാരണയായി ദക്ഷിണേന്ത്യയിലെ ശൃംഗേരിയിലാണ് താമസിക്കുന്നത്. അവരുടെ ബ്രഹ്മചാരി നാമം ചൈതന്യ എന്നാണ്. അപ്പോ ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ശ്രീപാദ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് 4 അദ്ദേഹം മഠം ഉണ്ടാക്കി പ്രചാരം ചെയ്തതാണ് അല്ലെ. ശ്രീപാദ ശങ്കരാചാര്യ ഇന്ത്യയിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ 4 ദിക്കുകളിലായി 4 ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും 4 സന്യാസി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് 4 പ്രധാന ആശ്രമങ്ങളുടെ കീഴിൽ 100 കണക്കിന് ശാഖാമഠങ്ങളൊക്കെ ഉണ്ട്. അവയ്ക്കിടയിൽ നിന്ന് ഓരോ ഔദ്യോഗിക സമിതിയുണ്ട്. അവരുടെ ഇടപാടുകളും വ്യത്യസ്തങ്ങളാണ്. ഈ മഠങ്ങളിലെ 4 വ്യത്യസ്ത വിഭാഗങ്ങൾ ആനന്ദവര, ഭോഗവര, കിടവര, ഭൂമിവര എന്നിങ്ങനെ അറിയപ്പെടുന്നു. കാലക്രമേണ അവർ വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത മുദ്രാവാക്യങ്ങളും അവര് വികസിപ്പിച്ചെടുത്തു. സോ ആദിശങ്കരന്റെ വിഭാഗത്തിന്റെ നിയന്ത്രണം അനുസരിച്ച് ശിഷ്യ പരമ്പരയിൽ സന്യാസാശ്രമത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം വിശ്വസ്തനായ സന്യാസിയുടെ കീഴിൽ ഒരു ബ്രഹ്മചാരിയായി പരിശീലിക്കണം. സന്യാസി ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ബ്രഹ്മചാരിയുടെ പേര് നിർണ്ണയിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ശങ്കരാചാര്യരുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അപ്പൊ എനിക്ക് ഇനി പറയാൻ ശങ്കരസ്വാമികൾ വന്ന് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ സന്യാസത്തിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരു വിധിയൊക്കെ ഉണ്ടാക്കി വച്ചു. സോ കൂടുതലും കേരളത്തില്
മൊത്തം മാക്സിമം ആശ്രമങ്ങളിലും ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഈ ശങ്കര സിദ്ധാന്തവും കണക്റ്റഡ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. വൈദിക സന്യാസമല്ല, ശങ്കര ആചാര്യൻ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ. അപ്പൊ മുൻകാല ആചാര്യന്മാർ പറഞ്ഞതും പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി അദ്ദേഹം സന്യാസിയാണ്, ഭയങ്കര സന്യാസിയാണ്. അപ്പൊ അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹം വിഷ്ണു പുരാണത്തിൽ നിന്നും പത്മപുരാണത്തിൽ നിന്നും ഉദ്ധരിച്ച് പറയുന്നത് 3 തരത്തിലുള്ള സന്യാസമുണ്ട്. ഒന്നാമത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ വേദസന്യാസം, രണ്ടാമത്തെ സന്യാസം ജ്ഞാന സന്യാസം, മൂന്നാമത്തെ സന്യാസം കർമ്മസന്യാസം. ഇത് എന്താണ് എന്ന് ഞാൻ പറയാം. വേദസന്യാസം എന്നാൽ വൈഷ്ണവ സന്യാസമാണ്. വൈഷ്ണവർ സ്വീകരിക്കുന്ന ത്രിദണ്ഡ സന്യാസം. ഈ വേദസന്യാസം എന്ന് പറഞ്ഞാൽ 120 മില്യൺ ഇയേഴ്സ് ആയിട്ട് എന്താണോ വേദശാസ്ത്രങ്ങളിൽ പറയുന്നത് അത്തരത്തിലുള്ള ശങ്കരസ്വാമിക്ക് മുൻപേ ചിട്ടപ്പെടുത്തിയ നിമ്പക്കാചാര്യ, വിഷ്ണുസ്വാമി, അതേമാതിരി ശ്രീധരസ്വാമി, മധ്വാചാര്യ, ഇവരൊക്കെ ഇതിനകത്ത് കണക്റ്റഡ് ആണ്. അതാണ് വേദസന്യാസം. അപ്പൊ വേദസന്യാസം ഫോക്കസ് ചെയ്യുന്നത് പരധർമ്മമാണ്. പരധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം നാരായണനായിട്ട് ചിന്തിക്കുന്നില്ല, പക്ഷെ ഞാൻ പരമാത്മാവിന്റെ അംശമാണ്, ഭഗവാൻ പൂർണ്ണനാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഭഗവത് ഭക്തി എല്ലാം സറണ്ടർ ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാനിൽ അർപ്പിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് എന്താണോ പറഞ്ഞത് അതാണ് പരമധർമ്മം, പരമമായ ധർമ്മം. സോ വേദസന്യാസം വൈഷ്ണവ സന്യാസമാണ്. വൈഷ്ണവർ സ്വീകരിക്കുന്ന ത്രിദണ്ഡ സന്യാസം. അതാണ് ഇസ്കോൺ, അന്താരാഷ്ട്ര കൃഷ്ണാമോദ സമിതി, അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിലുള്ള സീനിയർ ആയിട്ടുള്ള ഭക്തന്മാര് എടുക്കുന്ന സന്യാസമാണ് വേദസന്യാസം. അത് വൈഷ്ണവ ഇതാണ്. ഇനി വ്യക്തിത്വമില്ലാത്ത ഇതെന്ന് പറഞ്ഞാൽ ഇംപെർസണലിസം, ബ്രഹ്മവാദം. ഞാൻ ബ്രഹ്മമാണ്, എനിക്ക് ബ്രഹ്മത്തിൽ ലയിക്കണം, എല്ലാം ഒന്നാണ്, അല്ലെ? എല്ലാം ഒന്നല്ല, എല്ലാം ഒന്നിൽ നിന്ന് വരുന്നതാണ്, അല്ലെ? അദ്വൈതം, രണ്ടല്ല ഒന്നാണ്. പിന്നെ അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, രണ്ട് ദൈവം ഇല്ല, ഒരു ദൈവമേ ഉള്ളൂ. അതാണ് ആ ദ്വൈതം എന്ന് പറയുന്നത്, അല്ലെ? രണ്ടില്ല, ഒന്നാണെന്നാണ്. അപ്പോ അത് ശങ്കരാചാര്യന്റെ ഫിലോസഫി നമ്മൾ കൂടുതൽ പഠിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം സവിശേഷ അദ്വൈതവും പറഞ്ഞു, നിർവിശേഷ അദ്വൈതവും പറഞ്ഞു. പക്ഷെ കൂടുതലും കേരളത്തില് എല്ലാവർക്കും ഇഷ്ടം സവിശേഷ അദ്വൈതമാണ്. അപ്പോ കേരളത്തിൽ കൂടുതലും നിർവിശേഷ അദ്വൈതമാണ്. സവിശേഷ അദ്വൈതമാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഫോളോ ചെയ്യുന്നത്. വ്യക്തിത്വമല്ലാത്തവർ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സ്വീകരിക്കുന്ന സന്യാസം ജ്ഞാന സന്യാസം എന്ന് പറയും. പിന്നെ വൈഷ്ണവർക്ക് ഒരു ത്രിദണ്ഡമുണ്ട്. എന്നാൽ ജ്ഞാന സന്യാസത്തിന്റെ പാത പിന്തുടരുന്ന സന്യാസിമാർക്ക് ഏകദണ്ഡമാണ് ലഭിക്കുന്നത്. പിന്നെ കർമ്മ സന്യാസമുണ്ട്. അത് അടിസ്ഥാനപരമായി ഒരാൾ പ്രായമാകുമ്പോൾ വർണ്ണാശ്രമ സമ്പ്രദായത്തിന് ഉള്ളിലെടുക്കുന്ന തരത്തിലുള്ള സന്യാസത്തെ സൂചിപ്പിക്കുന്നു. ഇതിനു മുൻപേ വന്ന സ്വാമിജി പറയുണ്ടായി, കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവര്, അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അത്തരത്തിലുള്ള സന്യാസം അവർ പുറത്തു പോകുന്നില്ല, സമൂഹത്തിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അവര് ഒരുപാട് ആധ്യാത്മിക അറിവൊന്നും അവർക്ക് ഉണ്ടാവില്ല എങ്കിലും അവരൊരു ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നവരാണ്. അതിനെ കർമ്മസന്യാസം എന്ന് വിളിക്കുന്നു. സോ ജ്ഞാനസന്യാസവും വേദസന്യാസവും നിഷിദ്ധമല്ല, കർമ്മസന്യാസം മാത്രമാണ് നിഷിദ്ധം. കൂടുതലും കേരളത്തില് ജ്ഞാനസന്യാസത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ അതാണ് കൂടുതൽ എടുക്കുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഒരുവൻ തന്റെ കർമ്മഫലം ഉപേക്ഷിക്കുമ്പോൾ അതിനെ കർമ്മസന്യാസം എന്ന് വിളിക്കുന്നു. എല്ലാത്തരം ഭൗതിക ജ്ഞാനവും ഉപേക്ഷിക്കുമ്പോൾ അതിനെ ജ്ഞാനസന്യാസം എന്ന് വിളിക്കുന്നു. ഭൗതിക വസ്തുക്കളെ ആസ്വദിക്കുവാനുള്ള പ്രവണത ഉപേക്ഷിച്ച് പരമാത്മാവിന്റെ സേവനത്തിൽ ചായ്വുള്ളവനാകുമ്പോൾ ഭക്തിപരമായ സേവനത്തിന്റെ പാതയിൽ ഒരാളുടെ സന്യാസം വിജയിക്കുന്നു. അത് വൈദിക സന്യാസം എന്ന് പറയുന്നു. ഒരു കർമ്മസന്യാസിയുടെ ലക്ഷ്യങ്ങൾ മതപര, സാമ്പത്തിക വികസനം, ഇന്ദ്രിയ സംതൃപ്തി എന്നിവയായിരിക്കും. ഒരു ജ്ഞാന സന്യാസിയുടെ ലക്ഷ്യം വിമോചനമായിരിക്കും. ഒരു വൈഷ്ണവ സന്യാസിയുടെ ലക്ഷ്യം കൃഷ്ണപ്രേമമായിരിക്കും. അപ്പോ കൺക്ലൂഡ് ചെയ്യുന്നത്, ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്കോണിന്റെ രീതി അനുസരിച്ച്
ഒരു വ്യക്തി ഇസ്കോണില് ഒരു സന്യാസിയുടെ കീഴിൽ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുകയും ഏകദേശം 25 വർഷത്തോളം ഭഗവാന്റെ സേവനത്തിൽ നിരതനാവുകയും ആ ബ്രഹ്മചാരിക്ക് ദീക്ഷ കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി പിന്നെയും നല്ല രീതിയിൽ വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉപനയനം നൽകും, മന്ത്രദീക്ഷ കൊടുക്കും. 2 ദീക്ഷയുണ്ട്, ഹരിനാമ ദീക്ഷ, എന്താ പറയാ, മൂലമന്ത്ര ദീക്ഷയുണ്ട്, മാലാമന്ത്ര ദീക്ഷയുണ്ട്. അവരുടെ സ്റ്റേറ്റസ് അനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ 2ാമത് ഉപനയനം, 3ാമത് പൂർണ്ണമായി വിശ്വാസമാവുമ്പോൾ കാശിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലൊന്നും എന്താ പറയാ ഭൗതികത്തിനോട് വലിയ താല്പര്യമില്ല എന്ന് പ്രകടിതമാവുമ്പോൾ അടുത്ത ലെവല് ആ വ്യക്തിയെ ഇസ്കോണിന്റെ ഏതെങ്കിലും ഒഫീഷ്യൽ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെയും വാച്ച് ചെയ്യും. ഇത് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗവർണിംഗ് ബോഡി കമ്മീഷൻ ഉണ്ട്, GBC എന്ന് പറയും. ഈ ഗവർണിംഗ് ബോഡി കമ്മീഷനില് പലതരം മിനിസ്ട്രികളുണ്ട്. ഈ സന്യാസം നോക്കുന്നത് സന്യാസി മിനിസ്ട്രിയാണ്. അതിലൊരു മിനിസ്റ്റർ കാണും. നമ്മുടെ സന്യാസി മിനിസ്റ്റർ പ്രഹ്ലാദാനന്ദ സ്വാമി മഹാരാജാണ്. അതിനുശേഷം ഈ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ടെമ്പിൾ പ്രസിഡന്റ്, ടെമ്പിൾ സെക്രട്ടറി അങ്ങനെ ആയിരിക്കും. ഈ വ്യക്തി ആധ്യാത്മികവും പ്രാക്ടീസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ സെന്ററിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഈ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് അവർ നോക്കിക്കൊണ്ടേ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിനുശേഷം ശാസ്ത്രങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് എല്ലാ തരത്തിലുമുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടുള്ള ഡീലിംഗ്, പെരുമാറ്റം, സ്ത്രീകളുമായിട്ടുള്ള പെരുമാറ്റം, ഇതെല്ലാം വാച്ച് ചെയ്തതിനു ശേഷം സ്ത്രീകളുടെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്യാസം ഉണ്ടാവില്ല. പൂർണ്ണമായും സ്ത്രീ വിഷയത്തിൽ നിന്നും മസ്റ്റായിട്ട് സ്ത്രീ വിഷയം, അതേമാതിരി പണത്തിന്റെ വിഷയം, പിന്നെ ഫിലോസഫിക്കൽ, ഈ 3 കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ ഒരു പേരുണ്ടാവാൻ പാടില്ല, ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളവരെ സന്യാസ ദീക്ഷാ ലിസ്റ്റിലേക്ക് ഇടും. എന്നിട്ട് സന്യാസി ട്യൂട്ടർ ഉണ്ട്. ആ സന്യാസി ട്യൂട്ടർ ഡെയിലി രാവിലെ മുതൽ വൈകിട്ട് വരെ ആ സാധകൻ എന്ത് ചെയ്യണമെന്ന് അപ്ഡേറ്റ് ചെയ്യണം. രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അവർക്ക് തൃപ്തിയായി കഴിഞ്ഞാൽ അതിനൊരു ഗവർണിംഗ് ബോഡി, ഒരു മിനിസ്ട്രി ഉണ്ടാവും. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു റെക്കമെൻഡേഷന് വേണ്ടി വരും. ആ റെക്കമെൻഡേഷനിൽ ഓക്കെ ആണ് എങ്കിൽ അടുത്തത് സന്യാസ ദീക്ഷാ ലിസ്റ്റില് 10 വർഷത്തെ ലിസ്റ്റിലിടും. ഇന്നേക്ക് 10ാം വർഷം ഇദ്ദേഹത്തിന് ദീക്ഷ ഉണ്ട്, സന്യാസ ദീക്ഷ ഉണ്ട് എന്നുള്ളത്. ഈ 10 വർഷത്തില് പിന്നെ എന്തെങ്കിലും മോശം പേര് വന്നു കഴിഞ്ഞാൽ പിന്നെയും ബാക്കിലായിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീ സംബന്ധമായതോ അല്ലെങ്കിൽ കാശ് സംബന്ധമായതോ അല്ലെങ്കിൽ ഡീവിയേഷൻ, ഫിലോസഫിക്കൽ ഡീവിയേഷൻ, ഇത് 3 ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സന്യാസം കിട്ടില്ല. അങ്ങനെ ആ 10 വർഷവും പൂർത്തിയാവും തോറും 9, 8, 7, 4, 5, 6, 2 സീനിയോറിറ്റി അനുസരിച്ച് 1ൽ വരുമ്പോ ഇനി 1ാമത്തെ വർഷം വരുമ്പോ പിന്നെയും ഒരു വോട്ടെടുപ്പിനോട് കൂടി നടത്തിയിട്ടാണ് ആ വ്യക്തിക്ക് സന്യാസ ദീക്ഷ ചെയ്യുന്നത്. ഈ സന്യാസിയുടെ പ്രഥമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദാസനായ ത്രിദണ്ഡി എന്ന് പറയും. ത്രിദണ്ഡി എന്ന് പറഞ്ഞാൽ കർമ്മണ മനസ വാച, ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന് ചിന്തിച്ച് ആ വ്യക്തി ഒരിടവും താമസിക്കാൻ പാടില്ല. 3 ദിവസത്തിൽ കൂടുതൽ ഒരിടവും താമസിക്കാതെ ഈ എല്ലാ സെന്ററുകളിലും, ഇസ്കോൺ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ എല്ലാ അമ്പലങ്ങളിലും കറങ്ങി മറ്റുള്ള ശിഷ്യന്മാർക്ക് പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കും, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. അതിനിടയിൽ നേരത്തെ പറഞ്ഞ മാതിരി ഈ സന്യാസി ഒരു കാരണവശാലും ഇനി ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത്. അതോടൊപ്പം തന്നെ ഈ സന്യാസി എടുത്തു കഴിഞ്ഞാൽ ഈ സന്യാസി പിന്നെയും തെറ്റിലേക്ക് വഴിമാറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ടീം വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അതിന് സത്യം എന്താണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പ്രോബ്ലംസ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അതേസമയം ആ ഇൻവെസ്റ്റിഗേഷനിൽ സ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആ സന്യാസിയെ സന്യാസ ഗ്രൂപ്പിൽ നിന്നും ഡിസ്മിസ് ചെയ്യും. പക്ഷെ ആ ഒരു വ്യക്തിയെ കളയില്ല, ആ വ്യക്തിയെ ആശ്രമത്തിൽ തുടരാൻ പറയും. പക്ഷെ സന്യാസി എന്നൊരു പദം ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു സീരിയസ് സ്റ്റെപ്പാണ്. ഈവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ചോട്ടാ ഹരിദാസ് എന്ന അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഫോളോവർ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്ന ഒരു സ്ത്രീയെ ലൈംഗിക ത്വരയാല് നോക്കിയ സമയത്ത് ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ത്യജിക്കുകയുണ്ടായി. അദ്ദേഹം അപേക്ഷിച്ചിട്ടും ത്യജിച്ചു. ശേഷം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. എന്നിട്ട് പ്രേതമായിട്ട് വന്നു ചൈതന്യ മഹാപ്രഭു, എന്നെ സ്വീകരിക്കുകയാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു പുറത്തു പോകാൻ പറഞ്ഞു ആ പ്രേതത്തിന്.
ഇത് എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സീരിയസ് സ്റ്റെപ്പ്. സീരിയസ് സ്റ്റെപ്പാണ് ഈ ഒരു സന്യാസ ധർമ്മം എന്ന് പറഞ്ഞ ഒരു വളരെ സീരിയസ് സ്റ്റെപ്പാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു സന്യാസം എടുക്കാൻ പോകുന്ന സമയത്ത് അവര് ആദ്യം ചോദിക്കുന്നത് ഒരു സ്ത്രീയെ കുറിച്ച് അവസാനം ചിന്തിച്ച ദിവസം പറയാൻ പറയും. എത്ര വർഷത്തിന് മുമ്പെയാണ് ഒരു സ്ത്രീയെ കുറിച്ച് നീ ചിന്തിച്ചതെന്ന് പറയും. അപ്പൊ നമുക്കത് സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ, കള്ളം പറഞ്ഞു വാങ്ങിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഒരു സീരിയസ് സ്റ്റെപ്പാണ്. ഈവൻ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, വൈരാഗി ഹര യമേ കറ പരാപേക്ഷ കാര്യസിദ്ധിനോഹേ കൃഷ്ണ കരേന ഉപേക്ഷ. എ വൈരാഗി, എ പേഴ്സൺ ഇൻ ദ റിനൗൺസ്ഡ് ഓർഡർ ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഈശ്വരനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാവൂ ആ വൈരാഗി. അല്ല എങ്കിൽ ആ വ്യക്തി അങ്ങനെ ചെയ്യുമെങ്കിൽ ഹി വിൽ ബി അൺസക്സസ്ഫുൾ ആൻഡ് ഹി വിൽ ബി നെഗ്ലക്റ്റഡ് ബൈ കൃഷ്ണ. കൃഷ്ണ കൊരയുന്ന ഉപേക്ഷ. അത് ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ ഇപ്പോഴും സന്യാസിയാണ്, ഞാൻ ഇപ്പോഴും ബ്രഹ്മചാരിയാണ് ബോധ്യം ഇങ്ങനെ കപടമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു തെറ്റാണ്. അതാ ഞാൻ പറഞ്ഞു തന്നത്. അത് വലിയൊരു സീരിയസ് സ്റ്റെപ്പാണ്. സ്മൃതിയിൽ പറയണു, അലിംഗിലിംഗി വേഷേണ യോഗത്തി മുഖജീവനി സലിംഗേന ഹരിത്വേന സ്ഥിതിയോഗനോ ജായതേ. ബ്രഹ്മചാരി അല്ലാത്തവൻ ബ്രഹ്മചാരി വേഷം ധരിച്ച് ജനങ്ങളെ വിശ്വസിച്ച് ഉപജീവനം നടത്തിയാൽ അവൻ ബ്രഹ്മചാരി, സന്യാസി മുതലായവരുടെ പാപത്തെ നശിപ്പിക്കുകയും സ്വയം ശുനകാദി യോനിയിൽ ജനിക്കുകയും ചെയ്യുന്നത്. ഇതൊരു വലിയ സീരിയസ് സ്റ്റെപ്പാണ്. ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്, ക്ഷമിക്കണം, ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തുപോയി. അപ്പൊ ഈ ഒരു 40ാമത്തെ സന്യാസ വാർഷികത്തില് എന്നെ ഇങ്ങനെ വിളിച്ചതിനും എന്നിൽ നിന്ന് അറിയാൻ ശ്രമിച്ചതിനും എന്നെ വിളിച്ചതിനുമൊക്കെ ഞാൻ നന്ദി പറയാണ്. എല്ലാ ഭാവങ്ങളും ഞാൻ ഇതിന് നേരുന്നു. താങ്ക് യു. ആയിരത്തി 1984 സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസി സംഘത്തിലെ അംഗങ്ങളുടെ നാൾവഴികളെ പറ്റി നമ്മോട് പങ്കുവെക്കുന്നതിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്ററായ ഡോക്ടർ GR കിരൺ അവരുടെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, എത്രയും ബഹുമാനപ്പെട്ട ആദരണീയ സ്വാമി കൃഷ്ണയാനന്ദ തീർത്ഥപാദ കാര്യദർശി തീർത്ഥപാദ ആശ്രമം പന്മന, ബഹുമാനപ്പെട്ട ശ്രീ മനോഹർ ഗൗരദാസ് ഇൻചാർജ് ഇസ്കോൺ തിരുവനന്തപുരം, ആദരണീയ ജന്നി ആനന്ദവല്ലി ജ്ഞാന തപസ്വിനി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർ, ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയാർ, ബ്രഹ്മചാരി നിത്യപ്രകാശ് കെ, ബ്രഹ്മചാരിണി നല്ലമുദ്ര SS, ബ്രഹ്മചാരിണിമാരെ, അഡ്വക്കേറ്റ് ദേവദത്ത് V, ശാന്തിഗിരി ആശ്രമം രക്ഷകർത്ത സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മബന്ധുക്കളെ സാദര പ്രണാമം. നമ്മൾ കഴിഞ്ഞ 8 ദിവസമായി പല രീതിയിലുള്ള പല ആശ്രമങ്ങളിൽ പല രീതിയിലുള്ള സന്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവിന്റെ ആശ്രമ സങ്കല്പം എന്ന് ഗുരുവിന്റെ സന്യാസ സങ്കല്പം എന്ന് പറയുന്നത് വേറിട്ടൊന്നാണ് എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് നമ്മൾ ഒക്ടോബർ 4-ാം തീയതി തൊട്ടുള്ള നമ്മുടെ സത്സംഗങ്ങളിൽ ആശ്രമത്തിൽ വെച്ച് നമ്മുടെ മുതിർന്ന സന്യാസിമാർ നയിക്കുന്ന സത്സംഗങ്ങളുണ്ട്. അതിൽ നമുക്ക് അതിനകത്ത് കൂടുതൽ അറിയാൻ കഴിയും. ഞാൻ ഗുരു പറഞ്ഞ ആശ്രമത്തെക്കുറിച്ച് സന്യാസത്തെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞ ഒരു 2 വരി ഗുരു വാണി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആശ്രമത്തിന്
ഇതര ആശ്രമങ്ങളിൽ നിന്നും ചില പ്രത്യേകതകളുണ്ടെന്ന പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കേവലം സന്യാസമല്ല നടക്കുന്നത്. എന്നാൽ സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുഭിക്ഷമായ ഭാവം ഇവിടെയുണ്ട്. അത് ആർക്കും നേടുകയും ചെയ്യാം. അതിന് പ്രത്യേകിച്ചൊരു ജന്മയോഗ്യതയുടെയും ആവശ്യമില്ല. സന്യാസിയുടേതായ വാശിയും വൈരാഗ്യവും നന്മയും അതിനോടൊപ്പം ത്യാഗവും ഉണ്ടെങ്കിൽ ആർക്കും അത് സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഗുരുവിന്റെ സന്യാസം എന്ന് പറയുന്നത് ഗുരുവിന്റെ സ്നേഹവും ഗുരുവിന്റെ ത്യാഗവും നൽകി യോഗ്യതപ്പെടുത്തിയെടുത്ത സന്യാസത്തിന്റെ പാതയിലൂടെ നമ്മളെ നയിക്കുന്ന, സന്യാസിമാരെ നയിക്കുന്ന ഒരു വഴിയാണ്. ഇന്ന് 8-ാം ദിവസം ശ്രീകൃഷ്ണനെ ഭജിക്കുന്ന ഇസ്കോൺ, അതിൽ നിന്നും നമുക്ക് പിന്നെ ബഹുമാനപ്പെട്ട മനോഹർ ഗൗരദാസ് സംസാരിച്ചത് വലിയ സന്തോഷമാണ്. 8-ാം ദിവസം ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ 8 ദിവസം കൊണ്ട് ഗുരു എടുത്തെടുത്ത് പറയാറുള്ള ശ്രീകൃഷ്ണനെ കുറിച്ചും അത് ശങ്കരാചാര്യരെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അതുപോലെ തന്നെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും എടുത്തെടുത്ത് പറയാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് വളരെ പലപ്പോഴും ഗുരുവിന്റെ പല പ്രഭാഷണങ്ങളിൽ, ഗുരുവാണികളിൽ അത് വരാറുണ്ട്. നമ്മൾ ഈ 8 ദിവസമാകുമ്പോൾ ഈ പറയുന്ന ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ശിഷ്യ പരമ്പരയിൽ നിന്നുള്ള മഹാത്മാക്കളായ ആളുകൾ നമുക്ക് ഈ ആശ്രമ ജീവിതത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തെക്കുറിച്ചും നമുക്ക് ഇന്ന് ഇതിനോടകം പറഞ്ഞു തന്നു എന്നുള്ളത് ഗുരുവിന്റെ ഒരു കാരുണ്യമായി തന്നെ കാണുന്നു. ആ മഹാഗുരുവിന്റെ നിന്നും 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസിനിമാരുടെ അനുഭവ ജീവിതത്തിൽ ഇന്ന് നമ്മൾ 2 സന്യാസിനിമാരെ കൂടി പരിചയപ്പെടാം. കല്ലാർ പട്ടം കോളനി വീട്ടിൽ ശ്രീ പൊടിയൻ മീനാക്ഷി അമ്മ ദമ്പതികളുടെ 2ാമത്തെ പുത്രിയാണ് സുജാത. സുജാത വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ചില ദർശന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല. സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ കുട്ടി പറയും, അച്ഛാ, ഈ വന്നു നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാമോ? ഇവരെ നമ്മൾ വേണ്ട വിധം പൂജിക്കണം. അമ്മേ, ഇവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കൂ. വീട്ടിൽ മറ്റാർക്കും കുട്ടി ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. ഒരു ദിവസം സന്ധ്യാസമയത്ത് കുട്ടി തൻ്റെ വീട്ടിൽ വെച്ച് 3 രൂപങ്ങളെ കാണുകയാണ്. അതിൽ ഒരാൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു തേജോ രൂപമായിരുന്നു. കുട്ടിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. രാത്രി ഉറങ്ങുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ആ രൂപം അവളുടെ കട്ടിലിന്റെ തലയ്ക്കരികിൽ വന്നിരിക്കും. ആ ഇടയ്ക്കാണ് കല്ലാറ്റിലുള്ള ഭാനു അമ്മാവിന്റെ വീട്ടിൽ ഒരു ഗുരു വന്നിട്ടുണ്ടെന്ന് സുജാതയുടെ അച്ഛൻ അറിയാനിടയായത്. ഗുരുവിനെ കുറിച്ച് അറിഞ്ഞ അച്ഛൻ ഉടൻ തന്നെ ഭാനു അമ്മാവിന്റെ വീട്ടിലെത്തി. ഗുരു സുജാതയുടെ അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സംസാരമധ്യേ ഗുരു അച്ഛനോട് ചോദിച്ചു, നിങ്ങൾക്ക് ദൈവികമായ രീതിയിൽ കൂടി നീങ്ങുന്ന ഒരു മകളില്ലേ? അച്ഛൻ ഗുരുവിനോട് സുജാതയുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു. കുട്ടിയെയും കൂട്ടി വരാൻ ഗുരു അച്ഛനോട് ആവശ്യപ്പെട്ടു. ഗുരുവാക്കനുസരിച്ച് പിറ്റേന്ന് കാലത്ത് തന്നെ അച്ഛൻ സുജാതയും കൂട്ടി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആശ്രമത്തിൽ ചെന്ന് ഗുരുവിനെ കണ്ട പെൺകുട്ടി അമ്പരന്നുപോയി. അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ സ്വാമിയെയാണ് ഞാൻ ഇത്രയും നാൾ പ്രകാശത്തിനകത്ത് കണ്ടിരുന്നത്. അന്ന് ഗുരു സുജാതയ്ക്ക് ഉപദേശമന്ത്രം നൽകി. ഗുരു അവിടെ നിന്ന് കുറച്ചുപേരോടൊപ്പം നേരെ പഴനിയിലേക്ക് പോയി. സുജാതയുടെ അച്ഛനും ഗുരുവിനോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയ സുജാതയ്ക്ക് പലതരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. യേശുക്രിസ്തുവും മറ്റു ഗുരുക്കന്മാരുമെല്ലാം തന്റെ ഗുരുവിനെ വന്ന് വണങ്ങുന്നത് കുട്ടിക്ക് കാണാൻ കഴിഞ്ഞു. അന്ന് സുജാതയ്ക്ക് 8 വയസ്സാണ് പ്രായം. വർഷങ്ങൾ കടന്നുപോയി. സുജാതയുടെ 10ാം ക്ലാസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം ഗുരു കല്ലാരാശ്രമത്തിലെത്തി. ഗുരുവിനെ കാണാൻ കല്ലാരാശ്രമത്തിലെത്തിയ സുജാതയോട്, നീ പരീക്ഷ കഴിയുമ്പോൾ 21 ദിവസം തിരുവനന്തപുരം പോത്തങ്കോട് ആശ്രമത്തിൽ വന്ന് നിൽക്കണമെന്നും നിന്നെ കൊണ്ട് എനിക്ക് 21 ദിവസത്തെ ഒരു പ്രാർത്ഥന ചെയ്യിപ്പിക്കാനുണ്ട് എന്നും ഗുരു അറിയിച്ചു. ഗുരുനിർദ്ദേശം അനുസരിച്ച് അച്ഛൻ സുജാതയെ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ കൊണ്ടു നിർത്തി. സുജാതയെ കൊണ്ട് ഗുരു 21 ദിവസത്തെ ഒരു പ്രാർത്ഥന ചെയ്യിപ്പിക്കുകയുണ്ടായി.
വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പോകാൻ നേരം ഞാൻ പറയാം എന്ന് ഗുരു മറുപടി പറഞ്ഞത്. പിന്നീട് ഒരിക്കലും സുജാത വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. 1984 ശാന്തിഗിരിയിലെ സന്യാസ ദീക്ഷാ ദിനത്തിൽ ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ ഏറ്റുവാങ്ങിയ സുജാത ജനനി ധീര ജ്ഞാന തപസ്വിനിയായി. ശാന്തിഗിരി വിദ്യാഭവന്റെയും ഹോസ്റ്റലിന്റെയും പാലക്കാടും എറണാകുളം, കല്ലാർ, മധുരൈ എന്നീ ബ്രാഞ്ചാശ്രമങ്ങളുടെയും ചുമതല സർവാദരണീയ ജനനി നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കന്യാകുമാരി ബ്രാഞ്ചാശ്രമത്തിന്റെ ചുമതലയിൽ പ്രവർത്തിച്ചു വരുന്നു. സർവാദരണീയ ജനനി ധീരാജ്ഞാന തപസ്വിനിക്ക് ഗുരുവിൽ നിന്ന് എല്ലാ കൃപാകടാക്ഷങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം കരമന സ്വദേശിയായിരുന്ന ഡോക്ടർ സുലോചന ദേവി എന്ന പെൺകുട്ടി 1972 കാലഘട്ടത്തിലാണ് ഗുരുവിനെ കുറിച്ച് അറിയാൻ ഇടയായത്. അന്ന് അവർ തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില വിഷമഘട്ടത്തിൽ നിന്ന് സ്വയം തിരിച്ചു കയറാനുള്ള ശ്രമത്തെ തുടർന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഡോക്ടർ സുലോചന ഗുരുവിനെ കണ്ടെത്തുന്നത്. ഗുരുവിനോട് തന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം അവർ തുറന്നു പറഞ്ഞു. ഗുരുവിന്റെ സ്നേഹകാരുണ്യത്താൽ സുലോചന പതുക്കെ പതുക്കെ തന്റെ വിഷമഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ചു. തുടർന്ന് അവർ ആശ്രമത്തിലെ നിത്യ സന്ദർശകയായി. അന്ന് ആശ്രമത്തിൽ അധികം ആളൊന്നും ഇല്ലാത്ത സമയമാണ്. ആഹാരത്തിന് പോലും നന്നെ ബുദ്ധിമുട്ടിയിരുന്ന സമയം. ഈ അവസ്ഥയിലും ഗുരുവിന്റെ ജന്മദിനം അന്നുള്ള അന്തേവാസികളും വിശ്വാസികളും ഒത്തുകൂടി തങ്ങൾക്ക് ആകും വിധം ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗുരുജയന്തിയുടെ സന്ദർഭത്തിൽ ഡോക്ടർ സുലോചന ആശ്രമം സന്ദർശിക്കുകയുണ്ടായി. ഗുരുവിന്റെ ജന്മദിനത്തിന് ഗുരുവിനും അന്തേവാസികൾക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കണമെന്ന് സുലോചന തീരുമാനിച്ചു. ആ ഗുരുജയന്തിയുടെ തലേന്ന് ഗുരുവിനും ആശ്രമ വിശ്വാസികൾക്കും എല്ലാവർക്കും പുതുവസ്ത്രങ്ങളുമായി അവരെത്തി. അന്നു മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഗുരുജയന്തി ദിനങ്ങളിലും ഇതൊരു പതിവായി. ക്രമേണ ആശ്രമത്തിലെ അന്തേവാസികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ആശ്രമത്തിലെ എത്ര അന്തേവാസികൾ ഉണ്ടെങ്കിലും ഗുരുജയന്തി ദിനത്തിൽ അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വസ്ത്രങ്ങൾ ഡോക്ടർ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ആശ്രമത്തിൽ എത്തിക്കും. എന്നിട്ട് എല്ലാവർക്കും ആവശ്യമായ അളവിലുള്ള തുണി അവർ തന്നെ അളന്നു മുറിച്ച് ഓരോരുത്തർക്കും പ്രത്യേകം കവറുകളിലാക്കും. ഓരോ വർഷവും ഇതിനായി തന്റെ ശമ്പളത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുമായിരുന്നു. പിന്നീട് ഡോക്ടർ സുലോചന കോഴിക്കോട് ദന്താശുപത്രിയിലെ പ്രൊഫസറായി കോഴിക്കോടേക്ക് താമസം മാറിയെങ്കിലും ഈ പതിവിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നീട് തിരുവനന്തപുരം ദന്താശുപത്രിയിലെ പ്രൊഫസറായും അതിനുശേഷം നാഗർകോവിലിലെ രാജാസ് ഡെന്റൽ കോളേജിലെ പ്രൊഫസറായും ഡോക്ടർ സേവനമനുഷ്ഠിച്ചു. തന്റെ തിരക്കുപിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിലും ആശ്രമമായും ഗുരുവുമായും എന്നും ഏറ്റവും അടുത്ത് നിൽക്കാൻ ഡോക്ടർ സുലോചന ശ്രമിച്ചിരുന്നു. ക്രമേണ ഗുരുവിനോടൊപ്പം സ്ഥിരമായി ആശ്രമത്തിൽ താമസിക്കണമെന്ന തന്റെ തീരുമാനം അവർ ഗുരുവിനെ അറിയിച്ചു. ഗുരുവിന്റെ അനുവാദത്തോടെ ആശ്രമ അന്തേവാസിയായി മാറിയ ഡോക്ടർ 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസ ദീക്ഷാ ദിനത്തിൽ ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് ജനനി ഡോക്ടർ ധർമ്മിഷ്ഠ ജ്ഞാന തപസ്വിനിയായി. സന്യാസ ദീക്ഷയ്ക്ക് ശേഷവും ഗുരുനിർദ്ദേശപ്രകാരം ജനനി തന്റെ ഔദ്യോഗിക ജീവിതം തുടർന്നു. ഔദ്യോഗിക കർമ്മ നിർവഹണത്തിനൊപ്പം ആശ്രമത്തിന്റെ വിവിധങ്ങളായ കർമ്മ മേഖലകളും സജീവ സാന്നിധ്യമായിരുന്നു സർവാദരണീയ ജനനി ധർമ്മിഷ്ഠ ജ്ഞാന തപസ്വിനി. 2009 ജനുവരി 30 ഗുരു സർവാദരണീയ ജനനി ഗുരുജ്യോതിയിൽ ലയിച്ചു. ഞാൻ ഇന്നലെ അറിയിച്ചതുപോലെ 40ാമത് സന്യാസി ദീക്ഷ വാർഷികം പ്രമാണിച്ച് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 12 വരെ മുതിർന്ന സന്യാസിമാർ നയിക്കുന്ന സത്സംഗം പോത്തൻകോട് കേന്ദ്രാശ്രമത്തിലെ യജ്ഞശാലയിൽ വെച്ച് നടക്കുന്നതാണ്. ആദ്യ ദിവസം ആശ്രമത്തിലെ സത്സംഗത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വിയാണ്. രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന ഈ 9 ദിന സത്സംഗങ്ങളിൽ പങ്കുചേരാൻ എല്ലാവരെയും ഗുരുനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഓൺലൈൻ സത്സംഗത്തിന്റെ സമാപന ദിവസമായ ഒക്ടോബർ 3 ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ്. അതുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഗുരുവിന്റെ കാരുണ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു.
സദ്ഗുരുവേ ശരണം. ഈ സത്സംഗത്തിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് ദേവദത്ത് ബി അവർകളെ ക്ഷണിക്കുന്നു. ദൈവത്തെ മ്യൂട്ടാണ്. സദ്ഗുരുവേ ശരണം. നമ്മുടെ എല്ലാമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ 40ാമത് സന്യാസ ദീക്ഷയുടെ വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിലെ ഇന്നത്തെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആദരണീയ തീർത്ഥപാദാശ്രമം സ്വാമി കൃഷ്ണമയാനന്ദ സ്വാമിജി, ശ്രീ മനോഹർ ഗൗരദാസ് ഇസ്കോൺ ഇൻചാർജ്, ആദരണീയ സ്വാഗതം ആശംസിച്ച ജനനി ആനന്ദവല്ലി ജ്ഞാന തപസ്വിനി, സ്നേഹം നിറഞ്ഞ ശ്രീ ഡോക്ടർ GR കിരൺ, ഈ ഓൺലൈൻ മീറ്റിംഗ് ശ്രവിക്കുന്ന ആദരണീയരും സമാദരണീയരും ആയ സന്യാസിനിമാരെ, പ്രിയ ആത്മബന്ധുക്കളെ, സ്നേഹം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഗുരു ആദ്യമായി നമ്മുടെ ആശ്രമത്തിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായി സന്യാസ ദീക്ഷ നൽകിയതിൻ്റെ 40ാമത് വാർഷികമാണ് നമ്മൾ ഈ വരും ആഴ്ചകളിൽ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഈ സന്യാസ ദീക്ഷ അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കർമ്മ മേഖലയാണ്. അതായത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഒരു സന്യാസം അല്ലെങ്കിൽ സന്യാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാധിക്കാത്ത ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് ഒരു സന്യാസിയായി അല്ലെങ്കിൽ സന്യാസത്തിന്റെ പടവുകളിലൂടെ ജീവിക്കാൻ, ആത്മീയ വഴിയിലൂടെ ജീവിക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സാധാരണ ജനങ്ങൾ. അതായത് നമ്മളെല്ലാം എത്ര ശ്രമിച്ചാലും നമ്മളൊക്കെ നമ്മുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും നമ്മുടേതായ ഭൗതിക സുഖ സൗകര്യങ്ങളിലെല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ തൻ്റെ സ്വന്തം ജീവിതത്തിന്റെ 100%, 100% ഈ പറഞ്ഞ നമ്മൾ ജീവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി, ഇതെല്ലാം ഉപേക്ഷിച്ച് എല്ലാവിധ ത്യാഗവും, ജീവിതത്തിൻ്റെതായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ള ത്യാഗവശം പേറി 100% ഒരാശ്രമത്തിലോ ഒരു ഗുരുവിന്റെ അടുക്കലോ നിന്ന് സ്വന്തം ജീവിതം, ഗുരു ആഗ്രഹിക്കുന്ന ആ കർമ്മ മേഖല എന്താണോ അതിനെ സ്വാംശീകരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതം ഗുരുവിൽ സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സന്യാസിമാർ ചെയ്യുന്നത്. ആ സന്യാസിമാരുടെ ജീവിത പന്താവിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ അവരുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം വരെയുള്ള ആ കാലഘട്ടം മുഴുവൻ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അവരുടെ എല്ലാ ജീവിതവും അവർ ഉപേക്ഷിച്ച് തൻ്റെ ഗുരു ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സന്യാസ ദീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
എൻ്റെ ഒരു കൗമാരപ്രായം മുതൽ ഈ ആശ്രമത്തിൽ വന്ന് ഗുരുവിനോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതേസമയം തന്നെ ഒട്ടേറെ സന്തോഷവും ഉണ്ടെങ്കിൽ തന്നെയും മറുവശത്ത് നമുക്ക് അതുപോലെ തന്നെ ദുഃഖവും വിഷമങ്ങളുമുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതായത് ഇപ്പോൾ എനിക്കുള്ള സുഹൃത്ത് വലയങ്ങൾ, എനിക്കുണ്ടായിരുന്ന എൻ്റെ കൗമാരപ്രായത്തിൽ എനിക്കുണ്ടായിരുന്ന സുഹൃത്ത് വലയത്തിൽ നല്ലൊരു ശതമാനവും, ഏതാണ്ട് 90% എൻ്റെ സുഹൃത്തുക്കളും ഇന്ന് സന്യാസം സ്വീകരിച്ച് ഒരു സന്യാസി വര്യന്മാരായി മാറി കാഴ്ചയാണ് ഉള്ളത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഒരു സന്യാസി ആയില്ലെങ്കിലും ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും പക്ഷെ ജീവിതത്തിന്റെ 50% അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ 50% കൂടിയും ഏറെയും ഒരു സന്യാസിമാർക്കൊപ്പം അല്ലെങ്കിൽ സന്യാസിമാർക്കൊപ്പം ഗുരുവിനൊപ്പം ഒരു ആശ്രമത്തിൽ ജീവിക്കുക എന്നത്, അങ്ങനെ ഒരു അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. എന്നാൽ ഇവിടെ വന്ന നമ്മുടെ ആദരണീയരായ സ്വാമിമാർ നമ്മുടെ ആശ്രമത്തിന്റെ സന്യാസത്തെക്കുറിച്ചും ഓരോരോ വ്യത്യസ്ത മേഖലയിലുള്ള സന്യാസി വര്യന്മാർ അവരുടെ കർമ്മ മേഖലകളെക്കുറിച്ചും വിവിധ തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ചും അവർ വർദ്ധിച്ചു വരുന്ന കർമ്മ മേഖലകളെ കുറിച്ചും ഒക്കെ വിശദമായി കഴിഞ്ഞ 8 ദിവസമായി സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ഈ വൈകിയ വേളയിൽ നമുക്കൊപ്പം ഈ സന്യാസ ദീക്ഷാ വാർഷികത്തിന്റെ 40ാമത് വാർഷിക ആഘോഷത്തിൽ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത നമ്മുടെ ആദരണീയ തീർത്ഥപാദാശ്രമ സ്വാമി കൃഷ്ണമയാനന്ദജി സ്വാമിജികൾക്ക് സ്വാമിജി വളരെ ദീർഘമായി നമ്മളോട് സംസാരിച്ചു. ഗുരു എന്താണെന്നും ദീക്ഷ എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും വിവിധ തരം ദീക്ഷകൾ എന്താണെന്നും ദീക്ഷ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നും അത് സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ സ്വാമിജി വളരെ വ്യക്തമായി നമ്മളോട് സുദീർഘമായി സംസാരിച്ചു. സ്വാമിജിക്ക് ഞാൻ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത് ഈ സത്സംഗം വളരെ മഹനീയമാക്കിയ സ്വാമിജികൾക്ക് ഞാൻ നമ്മുടെ എല്ലാമായ ഗുരുവിന്റെ നാമത്തിൽ, നമ്മുടെ ആശ്രമത്തിന്റെ നാമത്തിൽ സ്വാമിജിക്ക് ഞാൻ ശരിക്കും എൻ്റെ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത ഇസ്കോൺ തിരുവനന്തപുരം ഇൻചാർജായ, ശരിക്കും MBA പഠനത്തിൽ നിന്നും ഭൗതികപരമായ ജീവിതത്തിൽ നിന്നും സ്വന്തം ജീവിതം തികച്ചും ത്യാഗപൂർണമായ മറ്റൊരു വഴിയിലേക്കും മാറ്റിവെച്ച് ഇറങ്ങിത്തിരിച്ച ബഹുമാന്യനായ മനോഹർ ഗൗരാദാസ് അവർകൾ വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. വേദത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഭഗവത്ഗീതയിലെ വിവിധ ഏടുകൾ ഉദ്ധരിച്ചുകൊണ്ടും വർണ്ണാശ്രമ ധർമ്മത്തിലെ പ്രത്യേകതകളെക്കുറിച്ചും ഒരു സന്യാസി എങ്ങനെ ജീവിക്കണമെന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി നമ്മളോട് ഇത്രയും നേരം സുദീർഘമായി സംസാരിച്ച അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ എല്ലാമായ ഗുരുവിന്റെ പേരിൽ, നമ്മുടെ ആശ്രമത്തിന്റെ പേരിൽ, എല്ലാവരുടെ പേരിലും ഞാൻ ആശ്രമത്തിന്റെ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആശ്രമത്തിന്റെ കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മളോടൊപ്പം എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ആശ്രമത്തിന്റെ ആത്മബന്ധുവായ, നമ്മുടെ ആത്മവിദ്യാലയത്തിന്റെ മെന്ററായ, എപ്പോഴും ഒരു വെളിപ്പാടകലെ എന്ത് ഉപദേശം നമുക്ക് എന്ത് ചോദ്യത്തിനും എന്ത് ഉപദേശവും നൽകുന്ന നമ്മുടെ കിരൺ ചേട്ടൻ, ശ്രീ ഡോക്ടർ GR കിരൺ അവർകൾക്കും ഞാൻ നമ്മുടെ ഗുരുവിന്റെ നാമധേയത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിംഗിൽ സ്വാഗതം ആശംസിച്ച ആദരണീയ ജനനി ആനന്ദവല്ലി ജ്ഞാന തപസ്വിനി, ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ, ബ്രഹ്മചാരി നിത്യപ്രകാശ്,
മറ്റ് നമ്മുടെ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ ആശ്രമത്തിന്റെ പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, നമ്മുടെ ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി സമാദരണീയ സ്വാമി ഗുരുരത്ന ജ്ഞാന തപസ്വി, ഈ മീറ്റിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമാദരണീയരായ ആദരണീയരായ എല്ലാ സന്യാസിമാരും, ഈ മീറ്റിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാവിധ ആത്മബന്ധുക്കൾക്കും, ഞാൻ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും, ഇന്ന് വരെ ഇവിടെ വന്ന് സംസാരിച്ചു പോയ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും ഞാൻ നമ്മുടെ ഗുരുവിന്റെ നാമധേയത്തിൽ സ്നേഹം, നന്ദി അറിയിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. പ്രാർത്ഥനയോടെ ഈ സത്സംഗം പ്രാർത്ഥനയ്ക്കായി ആദരണീയ ആനന്ദവല്ലി ജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും, എല്ലാവിധ ദേവീ പരമ്പരയും, എല്ലാവിധ ഋഷി പരമ്പരയും, എല്ലാവിധ ഗുരു പരമ്പരയും